ജില്ലകളിൽ നിന്ന് വന്ന എല്ലാ പ്രതിനിധികളെയും പ്രതികൂല കാലാവസ്ഥയിലും ഒരു 60ഓളം പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ പ്രതിനിധികളെയും ഒന്നാമത്തെ സെഷനിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ സെഷനിൽ അധ്യക്ഷത വഹിക്കുന്നത് എ ഗോകുലേന്ദ്രനാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യും. വിഷയം അവതരിപ്പിക്കുന്നത് ടി ഗോപകുമാറാണ്. അദ്ദേഹത്തെ ആഹ്ലാദത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി പറയുന്നത് ദീപാബോളാണ്. അവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ ഇത്തിരി വൈകിയാണ് ഓടുന്നത്, അതുകൊണ്ട് നമുക്ക് സമയം ക്രമപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതിനാൽ അധ്യക്ഷ പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കാതെ വയ്യ. ഈ വളരെ പ്രധാനപ്പെട്ട ഈ കുടിയിരിപ്പിൽ അതിൻ്റെ സന്ദേശം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചുമതലകൾ എന്താണ് എന്നൊക്കെ നമ്മളൊന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. അതവിടെ പ്രധാനമാണ്. 2020 ജനുവരിയിലാണ് പൊന്നാനി സമ്മേളനം നടന്നത്, സംഘത്തിൻ്റെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം. ആ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നയരേഖയുടെ ഉള്ളടക്കം ഞാൻ പറയാതെ തന്നെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ രേഖയിലൂടെ പലതവണ കടന്നുപോയവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സാഹിത്യ സംഘം പ്രവർത്തകർ. എങ്കിലും സമയം ചുരുക്കം കൊണ്ട് അതിൻ്റെ 2 ഖണ്ഡികകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കും. 35ാമത്തെ ഖണ്ഡിക: സാംസ്കാരിക പ്രവർത്തനത്തിന്റെ മുമ്പാകെ വിവരസാങ്കേതിക വിദ്യ ഇന്ന് വലിയ സാധ്യതയായി നിലകൊള്ളുന്നു. ആ സാധ്യത നാം പരമാവധി ഉപയോഗപ്പെടുത്തണം. എന്നാൽ IT കൊണ്ട് എല്ലാ വാതായനങ്ങളും തുറക്കപ്പെടുകയും അതുവഴി അതിരുകളില്ലാത്ത ജനാധിപത്യത്തിന്റെ വസന്തകാലം സംജാതമാവുകയും ചെയ്യുമെന്ന പഴയ പ്രതീക്ഷകൾക്ക് ഇന്ന് മങ്ങലേറ്റിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾക്ക് എല്ലാ ചരിത്രഘട്ടങ്ങളിലും സംഭവിച്ചതുപോലെ ഈ പുതിയ സാങ്കേതിക വിദ്യയും മൂലധന ശക്തികളുടെ കൈപ്പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു. കാശ്മീരിലും അസാമിലും ഡൽഹിയിലും ഇന്റർനെറ്റ് കട്ട് ചെയ്ത് അന്ധകാരമുണ്ടാക്കിയാണ് ഭരണകൂടം ജനങ്ങളെ നേരിട്ടത്. ലോകമെമ്പാടും നടക്കുന്ന തീവ്ര വലതുപക്ഷവൽക്കരണങ്ങൾക്ക് ശക്തി പകരാൻ വിവര സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നു. ബദൽ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുമെന്ന് കരുതപ്പെട്ടിരുന്ന ടെക്നോളജിയെ മൂലധന പിന്തുണയോടെ ഉപയോഗപ്പെടുത്തി സാമ്പ്രദായിക മാധ്യമങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നു. തങ്ങളുടെ ജീർണ വാർത്തകളും പൈങ്കിളി രാഷ്ട്രീയവുമായി ആ മേഖലയിൽ അവർ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. 36 പാർലമെന്റ് ഡെമോക്രസി എന്ന പോലെ പരിമിതികളും അപായങ്ങളും മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കാരണം പണ്ട് താളിയോലയിൽ നിന്ന് അച്ചടിയിലേക്ക് കടന്ന പോലെ ഇത് വഴിത്തിരിവിന്റെ ഒരു ചരിത്രഘട്ടമാണ്. ഇന്നിന്റെയും വിശേഷിച്ച് നാളെയുടെയും അതുവഴി യുവത്വത്തിന്റെയും ആവിഷ്കാരത്തിന്റെ മുഖ്യ ഉപാധിയാണിത്. ആശയ പ്രചരണത്തിനും ഐക്യപ്പെടുത്തുന്നതിനും സർഗാത്മകമായി സമരം ചെയ്യുന്നതിനും നമ്മുടെ വിജ്ഞാന ശേഖരങ്ങളെ ജനാധിപത്യവൽക്കരിക്കുന്നതിനും ഈ സാങ്കേതിക വിദ്യയെ നാം നിർബന്ധമായും ഉപയോഗപ്പെടുത്തണം. ഈ രേഖയുടെ ഈ ഭാഗം, കഴിഞ്ഞ നയരേഖയുടെ ഈ ഭാഗം ഈ കുടിയിരിപ്പിലും തുടർന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങളിലും വളരെ ഗൗരവത്തോടുകൂടി സമീപിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും വേണ്ടതാണെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കേണ്ടതില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലെ ആ കഥാപാത്രങ്ങൾ പറ്റുമെന്നും ഇവിടുന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. പക്ഷെ അതിലൊരു വാചകം എൻ്റെ മനസ്സിൽ വന്നു. അതുകൂടെ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സെഷന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അതിങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ വന്ന് നിൽക്കുന്നത്: കുരങ്ങിന് വെള്ളം കൊടുക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ പാത്രം തിരിച്ചു വാങ്ങിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നവമാധ്യമ രംഗത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആ രംഗത്ത് ഇടപെടേണ്ടതുണ്ട്. കുരങ്ങിന് വെള്ളം കൊടുക്കാൻ വളരെ എളുപ്പമാണ്, പാത്രം തിരിച്ചു വാങ്ങിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ശ്രീ ഗോപകുമാറിനെ ക്ഷണിക്കുന്നു. മലയാള സിനിമ സാംസ്കാരിക രംഗത്തെ എക്കാലത്തെ ഉയർന്ന സുരക്ഷിതമായ ബഹുമാന്യനായ ഷാജിയൻ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ടും ഇടപെടൽ ശേഷി കൊണ്ടും സംഘാടനം കൊണ്ടും നമ്മളെ പലപ്പോഴും അതിശയിപ്പിക്കുന്ന അജയൻ ചേട്ടൻ കഥകളുടെ പ്രപഞ്ചത്തിലൂടെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ പുതിയ മേഖലകളിൽ എപ്പോഴും നമ്മൾ നയിച്ചു കൊണ്ടുപോകുന്ന ബഹുമാന്യനായ സഹോദരൻ, എനിക്ക് പേരറിയുന്നതും അറിയാത്തതുമായ മുന്നിലിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളെ, ഇതൊരു താരതമ്യേന പുതിയ മേഖലയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സത്യത്തിൽ ഞാൻ എന്താണ് ഈ
പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാന ആശയം ഷാജി സാറ് പറഞ്ഞതിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് ആ രൂപത്തിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ ശേഷിയുള്ള ഒരാളല്ലെങ്കിൽ ഞാനൊരു പ്രഭാഷകനല്ല എന്നുള്ളതാണ്. പ്രഭാഷണവും കലാപ്രവർത്തനവും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള പരിചയമല്ലാതെ നിങ്ങളിൽ പലരെയും പോലെ സാഹിത്യമോ കലയോ വലുപ്പത്തിൻ്റെ പ്രഭാഷണ കലയോ നന്നായി വഴങ്ങുന്ന ഒരാളല്ല എന്ന ആദ്യമായി ഒരു ജാമ്യം എടുത്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. അജിഞ്ഞേട്ടൻ പറഞ്ഞത് 1 മണിക്കൂർ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രസംഗിയാണ്. ഒരു 2-2.5 മണിക്കൂറൊക്കെ വേണമെങ്കിൽ കത്തി വയ്ക്കും. അങ്ങനെ ബുക്കുമൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ സമയത്തിൻ്റെയും കാലാവസ്ഥയുടെയും ഒക്കെ ഒരു പരിമിതിയുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, ആരും പുറത്തിറങ്ങി പോകില്ല, എവിടെ നിന്ന് തുടങ്ങുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ ആ സാധ്യത കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ 1 മണിക്കൂർ കൊണ്ട് ഈ കാര്യത്തെ ഒന്ന് സമീപിക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് അഭിപ്രായ സമന്വയമുള്ള മേഖല ഒരുപാടുണ്ടാവും. നമ്മൾ തമ്മിൽ ഏതാണ്ട് ഒരേ മേഖലയിൽ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇരിക്കുന്നതെല്ലാം എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ബാക്കി നിൽക്കുന്ന സംശയങ്ങളോ കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമുണ്ടാവും. അതുകൊണ്ട് അതൊക്കെ നമുക്കത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കൊണ്ട് സംസാരിക്കാൻ കഴിയും എന്നാണ് അധ്യക്ഷൻ്റെ ലോകത്തോടെ ചെയ്യാൻ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്, മറ്റാമുഖങ്ങൾ ഒന്നുമില്ലാതെ. നവമാധ്യമ മേഖലയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നവമാധ്യമം എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ വ്യക്തമാണ് നവം ആണ്, പുതിയതാണ്, പുതിയ മാധ്യമ മേഖല എന്ന് മാത്രമേ അതിനകത്ത് അർത്ഥം എടുക്കേണ്ടതുള്ളൂ. പരമ്പരാഗത മാധ്യമങ്ങളുടെ സ്വാഭാവിക വളർച്ചയുടെ ഇങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഈ നവമാധ്യമം എന്ന് കണ്ടാൽ മതി. മാധ്യമങ്ങൾ എപ്പോൾ തുടങ്ങി, അല്ലെങ്കിൽ മാധ്യമം ഇപ്പോൾ ആവശ്യമായി വന്നു, മനുഷ്യന് ഭാഷ ഇപ്പോൾ ഉണ്ടായി, മനുഷ്യർ കൂടിച്ചേർന്ന് ജീവിക്കാൻ തുടങ്ങിയ കാലത്താണ് ഈ ആശയവിനിമയത്തിൻ്റെ ആവശ്യം കൂടുതലായി. ഇങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ അതൊക്കെ അറിയുന്നവരും നിങ്ങളൊക്കെ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്കൊന്നും തിരിയാതെ സാമ്പ്രദായിക മാധ്യമങ്ങൾ തുറന്നു വന്ന കാര്യങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്കുള്ള മാറ്റത്തെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസക്തമായ വിഷയത്തിലേക്ക് എത്താം. അങ്ങനെയാണ് കരുതുന്നത്. തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യ അതാത് കാലഘട്ടത്തെ മാധ്യമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പലപ്പോഴും വിപ്ലവകരമായി പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്കൊക്കെ ഒരു പ്രശ്നമാണ് ഈ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് അകന്ന എന്തോ ഒരു സാധനമാണ്. ശാസ്ത്രം സാങ്കേതിക വിദ്യയിലേക്ക് ആളുകളാണ് നമ്മളെങ്കിലും പലപ്പോഴും ഈ സാങ്കേതിക വിദ്യ എന്ന് കേൾക്കുമ്പോഴത്തേക്കൊരു പിന്നോട്ട് പോകുന്ന ഒരു ഒളിച്ചോട്ടത്തിൻ്റെ ലക്ഷണം കാണിക്കുന്ന രീതി പൊതുവെയുണ്ട്. എല്ലാവരും ചെയ്യുന്നതല്ല പൊതുവെ നമുക്ക് അപ്രാപ്യമായ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. അധ്വാനിക്കുന്നവരുണ്ടാക്കുന്നതാണ് സാങ്കേതിക വിദ്യ. ഒരു തൊഴിൽ ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം തൊഴിൽ ചെയ്യുന്നവർ ചെയ്യുന്ന ശീലത്തിലൂടെ ചെയ്ത് അത് റിഫൈൻ ചെയ്യുന്ന ഘട്ടത്തിൽ കണ്ടെത്തുന്നതാണ് ഈ കണ്ടെത്തലുകളല്ല. അല്ലാതെ ഏതെങ്കിലും ധ്യാനാത്മകമായി ഏതെങ്കിലും ഒരു യോഗി വരിന് എവിടെയെങ്കിലും ഒരു തപസ്യകൾ ഉണ്ടാക്കുന്നതല്ല. അധ്വാനിക്കുന്നവൻ അവൻ്റെ അധ്വാനത്തെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ അത് കുറച്ചുകൂടി വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി കണ്ടുപിടിക്കപ്പെടുന്നതാണ് സാങ്കേതിക വിദ്യ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ സാങ്കേതിക വിദ്യ തൊഴിലാളികളെയാണ്, അധ്വാനിക്കുന്നവൻ്റെയാണ്. ഈ അധ്വാനിക്കുന്നവരുടെ സാങ്കേതിക വിദ്യ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് ആദ്യം പറയാനുണ്ട്. തീർച്ചയായിട്ടും തൊഴിലാളിയെ നിർമ്മിക്കുന്നതാണ്, തൊഴിലാളിക്ക് വേണ്ടി നിർമ്മിക്കുന്നതാണ്, തൊഴിൽ പ്രവർത്തനത്തിന് ഉത്പാദന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പുനരുപയോഗിക്കാൻ വേണ്ടി ഉണ്ടാകുന്നതാണെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതിനെ സ്വായത്തമാക്കാനും അതിനെ കൈകാര്യം ചെയ്യാനും അത് നമ്മുടെ തൊഴിലാളി വർഗ പോരാട്ടങ്ങളിൽ ആയുധമായി ഉപയോഗിക്കാനും കഴിയണം. അങ്ങനെ കഴിയുന്ന ഞാൻ ശ്രമിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് മുമ്പിലിരിക്കുന്നത്. ഷാജി സാറൊക്കെ തന്നെ സാങ്കേതിക വിദ്യയുടെ അങ്ങേ അറ്റത്ത് ആ ഘട്ടത്തിൽ നിന്നുകൊണ്ട് സാംസ്കാരിക പ്രവർത്തനത്തിൽ ഇടപെട്ടയാളാണ്. അജയ് പോലുള്ള ആളുകൾ ആ സാങ്കേതിക വിദ്യയെ സ്വായത്തമാക്കി നമ്മുടെ സാംസ്കാരിക മേഖലയിൽ ഇടപെട്ടയാളാണ്. അപ്പൊ ഈ സാങ്കേതിക വിദ്യ എന്നുള്ള ഒരു അകർച്ച നമ്മൾ മാറ്റിവെച്ചാൽ വലിയ സങ്കീർണമായ സാങ്കേതിക വിദ്യ ഒന്നുമല്ല. ഇതിനൊക്കെ സങ്കീർണതകളുണ്ട്. അത് ആ തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ച് സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇടപെടുന്നവർ അതിനെക്കുറിച്ച് കൂടുതൽ ബേജാറാകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പം അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞാൻ ഈ മാധ്യമങ്ങളെ കുറിച്ച് നമ്മൾ പൊതുവെ പറയുന്നത് എന്താണ്? മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ ജനാധിപത്യ വ്യവസ്ഥയുടെ നാലാം തൂണാണ്. 4 തൂണുകളാണ് നിലവിലുള്ള ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിച്ചു നിർത്തുന്നത്, താങ്ങി നിർത്തുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അത് എല്ലാവർക്കും അറിയുന്ന പോലെ ലെജിസ്ലേച്ചറാണ്, ജുഡീഷ്യറിയാണ്, എക്സിക്യൂട്ടീവാണ്, പിന്നൊന്ന് മീഡിയയാണ്. അപ്പൊ ഈ 4 തൂണുകളാൽ സംരക്ഷിക്കപ്പെടുന്ന
ജനാധിപത്യം. ഏത് ജനാധിപത്യം? നിലനിൽക്കുന്ന ജനാധിപത്യം. നിലനിൽക്കുന്ന ജനാധിപത്യം എന്ന് ബൂർഷ്വാ ജനാധിപത്യമാണ്. ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് ബൂർഷ്വാ ജനാധിപത്യം. ഞാൻ വിശദാംശങ്ങളിൽ പോകില്ല, അതെല്ലാം എന്നെക്കാൾ നന്നായി അറിയുന്നവരാണെന്നുള്ളത് ഞാൻ പറഞ്ഞു വരാൻ വേണ്ടി സൂചിപ്പിക്കുന്നു മാത്രമേ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബൂർഷ്വാ ജനാധിപത്യ സംവിധാനത്തെ, ഭരണകൂട സംവിധാനത്തെ താങ്ങി നിർത്തുന്ന 4 തൂണുകളിൽ ഒന്നാണ് മാധ്യമങ്ങൾ എന്ന് നമ്മൾ പൊതുവെ കണക്കാക്കും. ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ചാണ്. കാര്യം താങ്ങി നിർത്തുന്ന ഞാൻ ആവർത്തിച്ചു. പലപ്പോഴും നമ്മൾ ഈ മാധ്യമങ്ങളെ കാണുന്നത് അങ്ങനെയല്ല. ഒരേ സമയം ഈ വ്യവസ്ഥയെ താങ്ങി നിർത്തുമ്പോൾ തന്നെ അതൊരു വാച്ച് ഡോഗിന്റെ പണി കൂടി ചെയ്യുമെന്ന് നമ്മൾ ധരിക്കുന്നുണ്ട്. നിലവിലുള്ള അധികാര വ്യവസ്ഥയ്ക്കെതിരെ അതാത് സമയം പ്രതികരിച്ചുകൊണ്ട് മറ്റ് വിഭാഗങ്ങളെ, ഈ എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിനെയും ലെജിസ്ലേച്ചറിനെയും വിമർശിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു വാച്ച് ഡോഗിന്റെ, കാവൽ നായയുടെ റോള് ഇവർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ഭൂഷ്വാധികാര ഘടനയുടെ രീതി അതല്ല. ഈ 4ാമത്തെ തൂൺ എന്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതായിരിക്കും ഞാൻ പറയാം. അത് മറ്റ് 3 തൂണുകളും ചെയ്യുന്നത് പോലെ, ഞാൻ ഈ വിഷയത്തിൽ ഒരു ചെറിയ സംഖ്യ തോന്നിയാൽ വിട്ടേക്ക് ഞാനത് ശ്രദ്ധിക്കണമെന്നില്ല, ഞാൻ ഇവിടത്തേക്ക് വരാൻ വേണ്ടി പറയുന്നത് ധരിച്ചാൽ. അപ്പൊ ഈ 3 അധികാര വ്യവസ്ഥയുടെ ഈ 3 തൂണുകൾ എടുക്കുന്ന വളരെ സ്ട്രിഞ്ചന്റ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ല മറ്റവരെടുക്കുന്നത് എന്നുള്ള വ്യത്യാസം. അടിച്ചമർത്തൽ ഉപകരണങ്ങളാണ് ഓപ്പറസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയും. അത് നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ തിരഞ്ഞാൽ കുറച്ചുകൂടെ നന്നായി RSA എന്ന് പറയും, റെപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്. ഗ്രാംഷിയൊക്കെ അവിടെ കൃത്യമായിട്ട്, അൽത്തൂസറൊക്കെ അവിടെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുള്ള സാധനം. അപ്പൊ ഈ റെപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് അല്ലെങ്കിൽ ഒപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്ന അധികാരം അടിച്ചേൽപ്പിക്കുന്ന ഘടകങ്ങളാണ് ജുഡീഷ്യറി നിയമനിർമ്മാണത്തിലൂടെ, എക്സിക്യൂട്ടീവ് നടപ്പിലാക്കലിലൂടെ, ലെജിസ്ലേച്ചർ നിയമനിർമ്മാണത്തിലൂടെ, ജുഡീഷ്യറി നടപ്പാക്കലിലൂടെ, അങ്ങനെ 3. ഇപ്പൊ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആശയതലമാണ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ആയിട്ടാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. അതായത് നിലനിൽക്കുന്ന ബൂർഷ്വാ അധികാര ഘടനയുടെ പൂർണ്ണമായും മുഴുവൻ രീതിയിലും എല്ലാ തരത്തിലും അവരെ അംഗീകരിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുന്ന പണി ഒരു വ്യാജ സമ്മത നിർമ്മാണത്തിന്റെ രീതിയിലൂടെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ അധികാരം പ്രയോഗിക്കുന്ന ഘടകങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞ ലെജിസ്ലേച്ചറോ എക്സിക്യൂട്ടീവോ ഒക്കെ അല്ലെങ്കിൽ ജുഡീഷ്യറിയോ ഒക്കെ ചേർന്നിട്ട് മനുഷ്യനെ അടിച്ചമർത്തി എല്ലാ കാലവും ഭരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായി ആൾക്കാർ തിരിച്ചടിക്കും. ആ തിരിച്ചടിക്കുന്ന പോരാട്ടങ്ങൾ എപ്പോഴും ഈ അധികാര ഘടനയുമായുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ വഴി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവരൊന്ന് പാസിഫൈ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഇതൊക്കെയാണ് രീതി, ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇതാണ് ശരി, മോഡിയാണ് ശരി, ക്ഷേത്ര നിർമ്മാണമാണ് ഏറ്റവും വലിയ വികസനം എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്തി നിലവിലുള്ള ആശയമണ്ഡലത്തെ അധികാര ഘടനയ്ക്ക് അനുഗുണമായ തരത്തിൽ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നതാണ് ഈ 4ാമത്തെ തൂണിന്റെ പണി. അത് നമ്മൾ മനസ്സിലാക്കിയ പിന്നെ ഈ മീഡിയ നമുക്കെതിരെ ഉടനെ നടത്തുന്നൊന്നും വേണ്ട, അവരുടെ പണിയതാണ്, അതങ്ങ് മനസ്സിലാക്കിയേച്ചാൽ മതി. അപ്പൊ സ്വാഭാവികമായി സംഭവിക്കും. ഞാനീ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദേശാഭിമാനി അല്ലെങ്കിൽ കേരളാഭിമാനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പത്രങ്ങളുടെ കാര്യമല്ല. ലോകത്ത് തന്നെ ഏറ്റവും വലിയ കുത്തകകൾ, ഏറ്റവും വലിയ മാധ്യമ കുത്തകകളോ ഇന്ത്യയിലോ തന്നെയാണ് അവസ്ഥ. ഇന്ത്യയിൽ സത്യത്തിൽ 1,00,000-ഓളം പത്രങ്ങളുണ്ടെന്നാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 1,00,000-ഓളം പത്രങ്ങളാണ് ഇന്ത്യയിൽ ഇറങ്ങുന്നത്. 380 വാർത്താ ചാനലുകൾ, ചെറിയ ചെറിയ യൂട്യൂബ് ചാനലൊന്നുമല്ല, സാറ്റലൈറ്റ് ചാനൽ, 380 വാർത്താ ചാനലുകൾ പ്രവർത്തിക്കുന്നു. ഈ 380 ചാനലുകളിൽ 70 ഒരു മാധ്യമ കുത്തകയുടേതാണ്, അംബാനിയുടെയാണ്, റിലയൻസിന്റെ നെറ്റ്വർക്ക് മാത്രമേ. 380 ചാനൽ മൊത്തം നടക്കും. ഇതുപോലെ മറ്റു കുത്തകകളുണ്ട്, അദാനി അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ കുത്തകകളാൽ നിയന്ത്രിക്കപ്പെടുന്ന, ആരെന്ത് കാണണം, എന്ത് കേൾക്കണം എന്നും തീരുമാനിക്കുന്ന, നിയന്ത്രിക്കുന്ന, ഞാനീ പറയുന്നതിൽ മുഖ്യധാര മാധ്യമങ്ങളെ കുറിച്ച് മാത്രമല്ല, എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി തന്നെയാണ്. അത് ഷൈസാനൊക്കെ വളരെ ഇതായിട്ട് പറയാൻ പറ്റില്ല, അതിലേക്ക് കടക്കുന്നില്ല. എല്ലാ ഇൻഡസ്ട്രി മനുഷ്യന്റെ ബോധമണ്ഡലത്തെ സ്വാധീനിക്കാൻ, ആശയ മണ്ഡലത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന എല്ലാ ഇൻഡസ്ട്രികളും ഇത്തരത്തിലുള്ള കുത്തകകൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ എന്ത് കാണണം, എന്ത് ചിന്തിക്കണം, എങ്ങനെ പോകണം എന്നെല്ലാം നമ്മുടെ ഭാവുകത്വം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ അജണ്ട, സാമ്രാജ്യത്വ അജണ്ട പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ പോലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിലേ ഈ പോരാട്ടത്തിൽ നമുക്ക് ശക്തമായി ഇടപെടാൻ കഴിയും. മലയാള മനോരമയുടെ ഏതെങ്കിലും ചാനലിൽ ഇരിക്കുന്ന ഒരു ആങ്കർ പറയുന്നത് അല്ല ഇത്. അവരുടെ പ്രത്യയശാസ്ത്ര ധാരണയിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി വൈരാഗ്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതല്ല. അതിശക്തമായ ഒരു ആഗോളതലത്തിൽ ഒരു സാമ്രാജ്യത്തെ ഇടപെടുന്ന പല രൂപത്തിൽ, പല രീതിയിൽ ഒരു കാറ്ററിംഗ് മാത്രമല്ല. ഞാൻ ആ
വിഷയങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല, നമുക്ക് സമയം കുറച്ച് കുറവുള്ളതുകൊണ്ട്. ഇതിൽ ഒരേ സമയം തന്നെ പ്രത്യയശാസ്ത്രപരമായി ഉപകരണമായി പ്രവർത്തിച്ച നിലവിലുള്ള അധികാരഘടനയെ നിലനിർത്തേണ്ട ഒരു ഉത്തരവാദിത്തവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ക്യാപിറ്റലിസമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ചരക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടും ചരക്കുകൾ വിറ്റുകൊണ്ട് ലാഭം ഉണ്ടാക്കിക്കൊണ്ടും അല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് വാർത്തകളെ തന്നെ കമ്മോഡിഫൈ ചെയ്യും, ചരക്കുവൽക്കരിക്കും. വാർത്തകൾ, വിവരങ്ങൾ, എന്റർടൈൻമെന്റ് എല്ലാം കമ്മോഡിഫൈ ചെയ്യും, ചരക്കുവൽക്കരിക്കും. ആ ചരക്കുവൽക്കരിക്കപ്പെട്ട സാധനം ഒരു ഉപഭോക്തൃ ഉൽപ്പന്നമാണ്, നമ്മളത് വാങ്ങാൻ നിർബന്ധിതരാകുന്നു. അപ്പൊ അതിന്റെ ഗുണഗണങ്ങൾ പറയേണ്ടി വരുന്നു. അത്തരത്തിൽ അത് പ്രസന്റ് ചെയ്യുന്നു. സമൂഹത്തെ ആകെ അതിന്റെ ഒരു എന്താണ് ആരാധകരായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച് അതിന്റെ പിന്നാലെ കൊണ്ടുപോകും. മുതലെടുത്ത് ആദ്യം നിർമ്മിക്കുന്നത് എന്താണ്? ആഗ്രഹമാണ്. നമുക്കൊരു ആഗ്രഹം ഉണ്ടാക്കുകയാണ്. നമുക്കൊരു എന്താണ് ഒരു ക്രോക്സിന്റെ ചപ്പൽ വാങ്ങണം എന്ന് നമ്മളത് ആഗ്രഹം ഉണ്ടാക്കും. എന്നിട്ട് അതിന്റെ ഹൈപ്പ് ഉണ്ടാക്കും. അങ്ങനെ ഹൈപ്പ് ഉണ്ടാക്കുന്നതിൽ നമ്മൾ വീണ് കഴിയുമ്പോഴാണ് 6000 രൂപയ്ക്ക് 5000 രൂപയ്ക്ക് ക്രോക്സിന്റെ ചെരുപ്പ് നമ്മൾ വാങ്ങുന്നത്. അല്ലെങ്കിൽ ഇത്രയും ടൈപ്പ് ചെരുപ്പും ഇത്രയും ടൈപ്പ് ഉടുപ്പും എല്ലാവർക്കും ഒരേ കൊടുത്ത് കൊടുക്കും. പണ്ടങ്ങനെ ആയിരുന്നല്ലോ. ക്യാപിറ്റലിസം വരുന്നതിന് മുമ്പ് നാടുവാഴിത്തം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരും കൊണ്ടെടുക്കുന്നു, മേൽകൊണ്ടെടുക്കുന്നു, ഇങ്ങനെയൊക്കെയല്ല. ജാതീയമായ മറ്റ് ശ്രേണി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇത് ക്യാപിറ്റലിസത്തിന്റെ ഒരു പ്രത്യേകത. ഇതിനെല്ലാം ചരക്കുവൽക്കി, കമ്മോഡിഫൈ, ചരക്കായിട്ടാണ് നിന്ന് തരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരാൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചാനലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആങ്കർ നമ്മുടെ മുന്നിൽ വന്നിരുന്ന് പറഞ്ഞില്ലേ, സ്പിരിറ്റ് ഓഫ് ദി ടൈം ആണ് വാർത്ത. എങ്ങനെയാണ് സ്പിരിറ്റ് ഓഫ് ദി ടൈം? സ്പിരിറ്റ് ഓഫ് ദി ടൈം എന്ന് പറഞ്ഞാൽ ആരുടെ സ്പിരിറ്റ്? പഴയ മറ്റേ സാക്ഷാൽ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല, ആ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആ മൊമെന്റിൽ ഉണ്ടാകുന്ന വിപണനത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും വലിയ സാധ്യതയുള്ള സാധനമാണ് വാർത്ത. അതിന്റെ ഇല്ല. അത്തരത്തിൽ കമ്മോഡിഫൈ ചെയ്ത് ചരക്കാക്കി വാർത്തകളെ വിൽക്കാൻ കഴിയും. അത് ഒരു ഘട്ടത്തിൽ ഒരു ഭാഗത്ത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഇടപെടൽ. ഇത് രണ്ടും വരുമ്പോൾ സ്വാഭാവികമായി വാർത്തകൾ, മനുഷ്യരറിയേണ്ട വാർത്തകളെല്ലാവുന്നു. മനുഷ്യരുമായി ചർച്ച ചെയ്യേണ്ട, ഇപ്പൊ എന്റർടൈൻമെന്റ് ബിസിനസ്സിൽ, സിനിമയിൽ അല്ലെങ്കിൽ നാടകത്തിൽ ഒക്കെ ഉള്ള ഈ കണ്ടന്റിന് മേലെയുള്ള ഇടപെടൽ ഇതൊക്കെ മാറിപ്പോകും. ആരുടെ പരിഗണന എന്നുള്ള നിലയിൽ ആരുടെ പ്രയോറിറ്റിക്കാണ് പ്രാധാന്യം വരുന്നത്? സാധാരണ മനുഷ്യന്റെ അധ്വാനിക്കുന്നതിന്റെ പ്രയോറിറ്റിയാണോ? അല്ല. അപ്പൊ സ്വാഭാവികമായും മാധ്യമങ്ങൾ ഇങ്ങനെ മാറിത്തീരുന്നതിന്റെ പിന്നിലുള്ള ഒരു സാഹചര്യം ഞാനിതാണ് പറഞ്ഞത്. ഞാൻ വളരെ പെട്ടെന്ന് ഒരു ജമ്പാണ്, ഇനിയിപ്പം അങ്ങനെ പോയാൽ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. 2014 ഇന്ത്യയിലൊരു സർക്കാർ അധികാരത്തിൽ വരുന്നത് ഒരു വളരെ, നിങ്ങൾക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ചോ. അതുവരെ നമ്മൾ കണ്ട് ശീലിച്ച, ഇടയ്ക്കൊക്കെ ഒന്നു പോയെങ്കിലും കണ്ട് ശീലിച്ച ഒരു ഭരണകൂട സംവിധാനത്തിന്റെ രീതിയല്ല 2014 വന്നത്. 2014 മുതൽ 2024 ആകുമ്പോഴേക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഏതാണ്ട് 28 മാധ്യമപ്രവർത്തകരാണ് ഇന്ത്യയിൽ കൊല ചെയ്യപ്പെട്ടത്. അതായത് എല്ലാ മേഖലയിലും എന്ന പോലെ മാധ്യമപ്രവർത്തനത്തിലും എന്റർടൈൻമെന്റ് ഇതിലായാലും എല്ലാത്തിലും സിനിമയിലായാലും ഒക്കെ വിപ്ലവകാരികൾ എല്ലാ കാലവും ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും അത്തരത്തിലുള്ള വിപ്ലവ ശ്രമങ്ങളിലൂടെ നമ്മയൊക്കെ ജനപക്ഷത്ത് നിലനിർത്താൻ ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുള്ളത്, എല്ലാവരും മനുഷ്യ സമൂഹം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ശ്രമിച്ചിരുന്ന ഒരു വിഭാഗം കൂടെ ഉണ്ട്. എല്ലാം ഈ പറയുന്ന ഇവരുടെ പിടിയിലാണെന്നല്ല ഞാൻ പറഞ്ഞു. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ അതാത് കാലത്ത് ചുട്ടുകൊല്ലുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് കഥകളുണ്ട്. ശാസ്ത്ര സത്യങ്ങൾ പറഞ്ഞവരെ ചുട്ടുകൊല്ലുക, ജയിലിലടക്കുക, ഇതൊക്കെ എല്ലാ കാലത്തും അധികാരഘടനകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. 2014 ശേഷം ഇതുവരെ എത്തിയപ്പോൾ അതുപോലെ സത്യം പറയാൻ ശ്രമിച്ച 28 മാധ്യമപ്രവർത്തകരെ കൊന്നുകളഞ്ഞു. തൊട്ട് മുമ്പൊന്നുമുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ കുറച്ചു കാലത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ, കുറച്ച് മുമ്പ് ചരിത്രമെടുത്ത് വെച്ചിട്ട് അത്ര നമുക്ക് പരിചിതമായ ഒരു കാര്യമാണ്. അതൊന്നും അപ്പം സ്വതന്ത്രമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് ഒരു മുന്നേറ്റത്തിന് ശ്രമിക്കുന്ന, പോരാട്ടം നടത്താൻ ശ്രമിക്കുന്ന, ആ മേഖലയിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ആളുകളെ കൊന്നുകളയുന്നത് മുതൽ ആ സംവിധാനങ്ങളെ പിടിച്ചടക്കാനുള്ള ശ്രമം. അതിന് പല രീതിയാണ്. പ്രലോഭനം, ആദ്യം ഒന്ന് പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പിന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കും, അതല്ലെങ്കിൽ വിലക്കെടുക്കും. ഇങ്ങനെയൊക്കെ പല രീതിയിലാണ്. ഇപ്പം NDTVയുടെ കഥ നിങ്ങൾക്കറിയാം, പലരും കണ്ടിട്ടുണ്ട്. NDTV ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീഴാതെ, പേടിപ്പിക്കലുകളിൽ വീഴാതെ നിന്നതാണ്. NDTVയെ വിലക്കെടുക്കുന്നത് പിന്നാമ്പുറത്തു കൂടി അദാനി പോയിട്ട് അതിന്റെ ഷെയർ വാങ്ങിയിട്ട് വിലക്കെടുക്കുക. അത് തന്നെ നേരിട്ടല്ല, അവർ ഷെയർ വിൽക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ അത്ര എളുപ്പമല്ല. അവർ ലോൺ എടുത്തിരുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിൽ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വിഷയങ്ങളാണ്, വിശദീകരിക്കുന്നില്ല. ലോൺ എടുത്തിരുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ഷെയർ വാങ്ങിയിട്ട് അതിനെ ആദ്യം വെക്കിലാക്കിയിട്ട് അവരുടെ
ലോണിനെ ഷെയറാക്കി മാറ്റി, NDTVയുടെ ലോൺ ഷെയറാക്കി മാറ്റിയിട്ട് വളഞ്ഞ ഒഴിക്കേണ്ടതല്ല. ഒരു ദിവസം രാവിലെ അറിയുകയാണ് പിണറായി റോയും അധികാർ റോയും അറിയുകയാണ് അവിടെ കഴിഞ്ഞ സ്ഥാനം പോയി. അത്തരത്തിൽ നാം നമ്മളുണ്ടാക്കിയെടുത്ത് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തന മണ്ഡലം ഒരു ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് ഊർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വിലക്കെടുക്കുന്നവരുണ്ട്. പ്രലോഭിപ്പിക്കുന്ന നമുക്ക് ഇഷ്ടംപോലെ പൈസ തന്നിട്ടും ഒരുപാട് സ്ഥാനമാനങ്ങൾ തന്നിട്ടും ഒരുപാട് അംഗീകാരങ്ങൾ വാരിക്കോരി തന്നിട്ടും ഒരു വിഭാഗം മാധ്യമങ്ങളെ അവര് ആശ്ലേഷിച്ച് കൂടെ നിർത്തുന്നു. ഇതിലൊന്നിനും വഴിപ്പെടാത്തവരെ തകർക്കുന്നു. നമ്മുടെ പ്രബീറിന്റെ കാര്യം നമുക്കറിയാം. പ്രബീറിനെ എന്തിനു അറസ്റ്റ് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. UAPA പോലുള്ള ഒരു കാടൻ നിയമം ഉപയോഗിച്ചിട്ട് പ്രബീറിനെ അറസ്റ്റ് ചെയ്തു. UAPA ബന്ധപ്പെടുത്താവുന്ന എന്ത് കാര്യമാണ് പ്രബീർ ചെയ്തതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആകപ്പാടെ അവർ പറഞ്ഞത് മറ്റേ റോയ് സിംഗത്തിന്റെ പൈസ വാങ്ങി. റോയ് സിംഗം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. അമേരിക്കക്കാരനാണ്, അമേരിക്കൻ പൗരനാണ്, അമേരിക്കൻ ബിസിനസ് നടത്തുന്ന ആളാണ്. അയാൾക്ക് ചൈനയിലും ബിസിനസ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം. ആ ബിസിനസ് നടത്തുന്ന ആള് ഇത്തരത്തിൽ കുറെ കാര്യങ്ങൾക്ക് പണം കൊടുക്കുന്നു. ഇത്തരത്തിൽ കൊടുത്ത പണം കുറച്ച് പൈസ വാങ്ങിയിട്ട് ഈ ന്യൂസ് ക്ലിക്ക് നടത്താൻ വേണ്ടി ഉപയോഗിച്ചു. അത് നിയമപ്രകാരമാണ്. അത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഇന്ത്യൻ നിയമവ്യവസ്ഥ അധികാരം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അത് അനുവദിക്കുന്നുണ്ട്. ആ അനുവാദത്തിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കോടതിയിൽ നേരിടാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ ആളെയാണ് വിചാരിച്ചത്. മനസ്സിലായില്ലേ? ഇത് നിയമപരമായിട്ടൊന്നും അല്ല ഈ കാര്യങ്ങൾ നടക്കുന്നത്. മൂലധന താല്പര്യങ്ങൾ വെച്ചിട്ട് അവരെ പിടിച്ചടക്കുന്നു, അവരെ ചേർത്ത് നിർത്തി ഈ സാമ്പത്തികമായി വലിയ സഹായങ്ങൾ ചെയ്ത് അവരെ കൊണ്ട് അധികാരവർഗം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ പേടിപ്പിച്ച് ജയിലിലടച്ച് ഇത്തരത്തിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് മാധ്യമങ്ങളെ വഴിതിരിച്ചു കൊണ്ടുപോകുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതാണ് പൊതുവെ നടക്കുന്നത്. ഇതൊക്കെ തന്നെ താഴേക്കും ഫിൽട്ടർ ചെയ്ത് വരുന്നത് നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഇതൊക്കെ തന്നെയുണ്ട്. അവർക്ക് ഏതോ തരത്തിൽ എവിടെയൊക്കെയോ നിങ്ങൾക്കറിയാമല്ലോ, തൃശ്ശൂർ വന്നിട്ടല്ലേ ഒരു കേന്ദ്രമന്ത്രി രഹസ്യമായൊരു യോഗം വിളിച്ചു പത്രപ്രവർത്തകരുടെ. അതിൽ ദേശാഭിമാനിയുടെ പ്രവർത്തകരില്ല, കൈരളിയുടെ പ്രവർത്തകരില്ല, മാധ്യമപ്രവർത്തകരില്ല, പ്രതിനിധിയില്ല, അതുപോലെ മീഡിയ ഒന്നിന്റെ ഇല്ല. അങ്ങനെ ചില മാധ്യമങ്ങളെ മാറ്റി നിർത്തി മറ്റു ചില മാധ്യമങ്ങളെ വിളിച്ച് ഒരു ടാക്കൂർ ചർച്ച നടത്തുന്നു. അങ്ങനെ ടാക്കൂറിന്റെ ഏജൻസി പണി ഏറ്റെടുക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. കൂടുതൽ താല്പര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പേടിയായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും, ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് അവർ ചെയ്യുന്നതെല്ലാം ഈ പറഞ്ഞ എഗ്രിമെന്റിന് അടിസ്ഥാനമായി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ചർച്ച അങ്ങനെ ആയിരിക്കും. പ്രൈം ടൈം ചർച്ചയുടെ വിഷയങ്ങൾ തെരഞ്ഞെടുക്കുന്ന അങ്ങനെയായിരിക്കും, അതിൽ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അങ്ങനെയായിരിക്കും, വാർത്തകൾ തമസ്കരിക്കപ്പെടുന്ന അങ്ങനെയായിരിക്കും. അറിയാമല്ലോ, കേരളത്തില് കോവിഡ് വരുന്ന സാഹചര്യത്തിൽ ലോകത്താകെ മാതൃകയായ ഒരു കാര്യം നടന്നു. നമ്മുടെ ചെറുപ്പക്കാർ, സംഘടനയായിക്കോട്ടെ, നമ്മുടെ ചെറുപ്പക്കാർ ഇറങ്ങിയിട്ട് ആക്രി പെറുക്കിയും കിണർ വൃത്തിയാക്കി കൊടുത്തും ഭക്ഷണം കൊണ്ടുകൊടുത്തും അങ്ങനെ, അല്ലെങ്കിൽ മുണ്ടൊക്കെ തിരുവനന്തപുരത്തൊക്കെ ചില മുണ്ട് വയ്ക്കുന്നു. അതിന് കുറച്ച് പൈസ ആക്രി വിൽപ്പന നടത്തി പെറുക്കി ആക്രി പെറുക്കി വിൽപ്പന നടന്നു. ഇങ്ങനെ കേരളത്തിലെ ചെറുപ്പക്കാരുണ്ടാക്കിയത് 11 കോടിയിലധികം രൂപയാണ്. ചെറിയ പൈസയല്ല, 11 കോടിയിലധികം രൂപ ഈ കുട്ടികളുണ്ടാക്കി. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? അവരാ പൈസ കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ കൈ കൊടുത്തിട്ട് CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചു. ലോകത്ത് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഇതുപോലെ മാതൃക കാണാൻ എളുപ്പമല്ല. ഇത്ര നിസ്വാർത്ഥമായ സ്വന്തം ശരീരം കൊണ്ടും സ്വന്തം ആയുസ് കൊണ്ടും സ്വന്തം ഇടപെടൽ ശേഷി കൊണ്ടും സമൂഹമായുള്ള സജീവ ബന്ധം കൊണ്ടും അവരുണ്ടാക്കിയെടുത്ത ഈ പണം എന്നുള്ള രൂപത്തിലല്ലല്ലോ, ഒരു സാമൂഹ്യമായ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് എത്തിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രധാനമുള്ള പത്രം റിപ്പോർട്ട് ചെയ്ത് എവിടെയാണെന്ന് 13ാമത്തെ പേജിൽ ഒരു കോളം 5 സെന്റിമീറ്ററാണ് ആ വാർത്ത വന്നത്. 13ാമത്തെ പേജിൽ ഒരു കോളം 5 സെന്റിമീറ്റർ ആയിട്ടാണ് ആ വാർത്ത വന്നത്. ഇതാണ് നമസ്കരണം എന്ന് പറയുന്നത്. ഇനി എക്സാജറേഷൻ ഉണ്ട്. ഞാൻ ഈ പഴയ ഉദാഹരണങ്ങൾ എടുക്കുന്നത് പുതിയ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പഴയതിൽ ഓർമ്മ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ആലപ്പുഴയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു മനുഷ്യൻ ഗ്യാസ് കൊണ്ടുവന്നു, ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്നു. ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് വന്നത്. ഈ പാവത്തിന്റെ കയ്യിൽ പൈസയില്ല. ഇതൊക്കെ സ്വാഭാവികം നമുക്കെല്ലാം പരിചയമുള്ളതാണ്. ഇങ്ങനെ പൈസ ഇല്ലാതാവില്ല എന്നുള്ള സമയം. ഞാനൊക്കെ സംഘടനാ പ്രവർത്തനമൊക്കെ നടന്ന കാലത്ത് തൊട്ടടുത്ത് സീറ്റൊക്കെ കടം വാങ്ങിയിട്ടൊക്കെയാണ് പണിക്കൊക്കെ പോയിട്ടുള്ളത്. സംഘടനാ പ്രവർത്തനം നടന്ന കാലത്ത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. മനുഷ്യർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ എല്ലാ കാലത്തും ഉണ്ട്. ചെറിയ പൈസ 70 രൂപ പല ആളുകളിൽ നിന്നായിട്ട് പിരിവെടുത്തി ഓട്ടോറിക്ഷക്കാരന് കൂലി കൊടുത്ത് പറഞ്ഞു വിട്ടു. അടുത്ത നിമിഷം മുതൽ കേരളത്തിലെ മുഴുവൻ ചാനലുകളും ഒരു ദിവസം മുഴുവൻ ചർച്ചയാണ് ആ മനുഷ്യൻ തട്ടിപ്പുകാരനാണ്, പിരിവുകാരനാണ്. പിരിവുകാരനൊന്നുമല്ല, തട്ടിപ്പുകാരനാണ്.
എത്ര രൂപ? 70 രൂപ. 7,000 ആണ്. 70,000 അല്ല, 7 ലക്ഷമല്ല, 70 ലക്ഷമൊന്നുമല്ല, 70 രൂപ. കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തിൽ 70 രൂപ കൊണ്ട് എന്ത് പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിൽ ആ ചർച്ചയാണ്. അപ്പൊ പ്രയോറിറ്റി എന്താണെന്ന് മാധ്യമങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. കേരള സമൂഹത്തിന്റെ മുന്നിൽ ഒരു വലിയ കള്ളനായി ഈ മനുഷ്യനെ ഇങ്ങനെ കാണിക്കുകയാണ്. അതുപോലെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകൻ, ഏത് സംഘടന പോട്ടെ, അയാൾ എഴുതാത്ത പരീക്ഷ, അയാൾ എഴുതണ്ടാത്ത പരീക്ഷ, അയാൾ അപേക്ഷിച്ചിട്ടില്ലാത്ത പരീക്ഷ, അതുമായി ബന്ധപ്പെട്ട് എന്തോ ക്ലറിക്കൽ വെബ്സൈറ്റിൽ വന്നു. ദിവസങ്ങളോളം ചർച്ച. കെ വിദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, കേരള സമൂഹത്തിന് മുഴുവൻ ഓർമ്മയുണ്ടാവും. പക്ഷെ കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ്, കോടികൾ തട്ടിച്ച് സമൂഹത്തെ ആകെ വഞ്ചിച്ച് പോയ കോടികളുടെ തട്ടിപ്പൊക്കെ ആളുകളുണ്ട്. അവരുടെ ഒന്നും പേര് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നില്ല. അപ്പൊ ഇതാണ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രതീതി. സെലക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ എത്തിക്കാനുള്ള ശ്രമം. ഇത് പറയുമ്പം ആനുകാലികമായ ഒരു കാര്യം വളരെ സൂക്ഷിച്ച് പറയേണ്ടതുണ്ട്. നമ്മൾ ഈ ധാർഷ്ട്യം, അഹങ്കാരം എന്നൊക്കെ പറയല്ലേ, ഇപ്പൊ ഏറ്റവും ഹോട്ടായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. എന്താണ് ധാർഷ്ട്യം? തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ വേദി പങ്കിടുന്ന സഖാവിനോട്, സുഹൃത്തിനോട് കേരളത്തിൽ പൊതുസമൂഹത്തിനോ അല്ലാതെയോ പറയാൻ കൊള്ളാത്തൊരു കാര്യം പറഞ്ഞ കാര്യം മൈക്കിന് മുമ്പ് പറയാം. അത് ധാർഷ്ട്യമല്ല, അഹങ്കാരമല്ല, ഒന്നുമില്ല. വേറെ ഏതോ ഒരു സാഹചര്യത്തിൽ, ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യൻ പ്രതികരിക്കുന്നത് എടുത്തിട്ട് അതിനെ സെലക്റ്റീവായി ചിത്രീകരിച്ച് അങ്ങനെയൊക്കെ വേണോ, അതൊക്കെ ഒഴിവാക്കിയിട്ട് അത്തരത്തിലുള്ള ചർച്ചയൊക്കെ ആവാം, അത്തരത്തിലുള്ള ജനാധിപത്യ ചർച്ചകളൊക്കെ ആവാം. പക്ഷേ ഷായ്സാറൊക്കെ സിനിമയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ആരായാലും സിനിമയിൽ ചെയ്യുന്ന എന്താണ്, നമ്മുടെ TG അല്ലെങ്കിൽ ബാലങ്കി നായരുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിരിക്കുന്ന, പഴയകാലമായതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ മാറി ഒരു സ്ത്രീവിരുദ്ധൻ ബലാത്സംഗം ചെയ്യുന്ന ഒരാളായിട്ടാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് സിനിമയിൽ. എന്താണ് ആ ഭാഗം മാത്രമേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. ഷൂട്ട് ചെയ്യുന്നതിൽ തന്നെ ഏറ്റവും സക്സസ് ആയിട്ട് അവർ പെർഫോം ചെയ്ത കാര്യം മാത്രമേ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അവരെത്രയോ നല്ല മനുഷ്യരായിരിക്കും, സെറ്റിൽ എന്ത് നന്നായിട്ടാണ് അവരുടെ കുടുംബ ജീവിതത്തിൽ എത്ര നല്ല മനുഷ്യരായിരിക്കും, സാമൂഹ്യ ജീവിതത്തിൽ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകളായിരിക്കും. അതൊന്നും എവിടെയും പറയുന്നില്ല. അതുപോലെ സെലക്റ്റീവായ ഷോട്ടുകൾ എടുത്ത് സിനിമയാക്കി, ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ സിനിമയാക്കി അവതരിപ്പിക്കുന്നത് പോലെ ഒരു മനുഷ്യന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും വൃത്തികെട്ടതും ഏറ്റവും മോശമായും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഷോട്ടുകൾ എടുക്കുന്നു, ചിത്രങ്ങൾ എടുക്കുന്നു, ഭാവങ്ങൾ എടുക്കുന്നു. അത് നിരന്തരമായി കാണിക്കണം, നിരന്തരമായി അതെന്നെ കാണിച്ചിരിക്കുകയാണ്. മലയാള മനോരമയ്ക്കാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ചിരിക്കുന്ന പടം ഇന്നുവരെ കിട്ടിയിട്ടില്ല, ഇന്നുവരെ അവരെടുത്ത് ആ ചിത്രം എത്തിയിട്ടില്ല. ഇതുപോലെ ആളുകളെ ഇത്തരത്തിൽ ചിത്രീകരിച്ച് ഒഴിവാക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ അവരെ ബ്രാൻഡ് ചെയ്ത് ഏതെങ്കിലും മൂലയിൽ ഒഴിവാക്കി സമൂഹത്തിൽ നിന്ന് സാമൂഹ്യ വിരുദ്ധരായി ചിത്രീകരിക്കാനുള്ള ശ്രമം, ഇങ്ങനെയുള്ള നിരവധി ശ്രമങ്ങളുടെ ഓരോന്നോരോന്നായിട്ട് ഇത് പറയാൻ നിന്നാൽ ഇത് എവിടെ എത്തില്ല. അതുകൊണ്ട് ഞാനത് അവിടെ ചുരുക്കുകയാണ്. ഇതിപ്പോ തുടങ്ങിയതാണോ? ഇതിന് നമ്മൾ വേറെ കാര്യം, ഒരു ടൈം പറയും സത്യാനന്തരം എന്ന് പറയും. സത്യാനന്തരം എന്നുള്ള വാക്ക് ശരിക്കും ഡിക്ഷണറിയിൽ കയറുന്ന 2014 ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒരു ആ വർഷത്തെ വാക്കായിട്ടൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നു. പക്ഷെ ഇത് എന്തുകൊണ്ട് ഈ സത്യാനന്തരം എന്ന് പറഞ്ഞ വാക്ക്, നിങ്ങൾ പലരും സാഹിത്യകാരന്മാരൊക്കെ ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നത് ശരിയല്ല. എങ്കിലും സത്യാനന്തരം എന്നുള്ള ട്രാൻസ്ലേഷൻ അത്ര കറക്റ്റാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അശോചനൊക്കെ അത് കുറച്ചുകൂടെ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെയാണ് പൊതുവെ പ്രയോഗിക്കുന്നത്. മുതലാളിത്തപൂർവ്വം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെയല്ലേ, സത്യത്തിന് ശേഷം സത്യാനന്തരം അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യത്തിനും അപ്പുറം ഉള്ള ഒരു കാര്യം ശരിയാണെന്ന് വരുത്തുകയും അതാണ് എന്ന് ഉറപ്പിക്കുകയും അതിന്മേൽ അജണ്ടകൾ കെട്ടിപ്പൊക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സത്യാനന്തര കാലത്തെ മാധ്യമപ്രവർത്തനത്തിലുള്ളത്. ഈ സത്യാനന്തര കാലത്തെ മാധ്യമപ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം തന്നെ, ചർച്ചയുടെ അടിസ്ഥാനം തന്നെ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചത്? ധാർഷ്ട്യമാണ്. ആണോ? ഇങ്ങനെ വിലയിരുത്തണമെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ ധാരണയൊന്നും വേണ്ട, വലിയ എളുപ്പമാണ്. ഒരാൾ ചിരിച്ചില്ല, അതുകൊണ്ട് തോൽപ്പിച്ചു. അങ്ങനെ ചിരിക്കാത്തവരെ തോൽപ്പിക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യം മലയാളിക്കുണ്ടോ? മലയാളിയുടെ വോട്ടിംഗ് പാറ്റേൺ 57 മുതലുള്ള വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ച് നോക്കി, ചിരിക്കാത്തവരെയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട്, ചിരിച്ചവരെയൊക്കെ ജയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പൊ അതിന് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാതെ, അത് കൈകാര്യം ചെയ്യാതെ, അത് ചർച്ച ചെയ്യാതെ വളരെ സക്സസ്ഫുൾ ആയി നമ്മൾ അതിന് പ്രിവെന്റ് ചെയ്ത് നിർത്തുകയാണ്. ഒരു ഘട്ടത്തിൽ ഒരു മേഖലയിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് മാറ്റിക്കൊണ്ടു പോകുന്നത്. അതാണ് അജണ്ട. ആ ബേസ് സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് അതിന്മേലാണ് ചർച്ച. അതാണെന്ന് പറയല്ല, ഇത്തരത്തിലുള്ള ഇമേജറീസ് സൃഷ്ടിക്കുന്നു. ആ ഇമേജറീസ് സൃഷ്ടിച്ച് നമ്മളെ ബോധ്യമാക്കി അതിനെ അരക്കിട്ടുറപ്പിച്ച് അതിന്റെ മുകളിൽ നിന്ന് പ്രൈം ടൈം ചർച്ചകൾ നടത്തിക്കൊണ്ടാണ് മാധ്യമങ്ങൾ. ഇത് ചെറിയ കാര്യമാണ്. വളരെ നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ പറയുന്ന ഏതെങ്കിലും ചില ആംഗലുകളൊക്കെ മനസ്സിൽ വരുന്നുണ്ടാവും.
അവരൊന്നും അല്ല ഈ കുറ്റക്കാർ. ഇത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്യപ്പെട്ട ഒരു അജണ്ടയ്ക്കകത്താണ് ഇക്കാര്യങ്ങൾ നടക്കുന്നതെന്നാണ്. ഇതിപ്പോ തുടങ്ങിയല്ല. ഈ സത്യാനന്ദൻ എന്നുള്ള വാക്ക് പിന്നെ ഉണ്ടായെങ്കിൽ ഇപ്പൊ തുടങ്ങിയതല്ല. വിമോചന സമരം നമുക്കറിയാം. സത്യത്തിൽ എന്ത് വിമോചിപ്പിക്കാനായിരുന്നു കേരളത്തിൽ 59 സമരം നടന്നത്? എന്ത് വിമോചന സമരമായിരുന്നു? കേരളം കണ്ട ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായ ഏറ്റവും പിന്തിരിപ്പനായ ഒരു സമരം. ഏറ്റവും പിന്തിരിപ്പനായ എന്തായിരുന്നു കാര്യം? വളരെ പെട്ടെന്ന് ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. വളരെ പെട്ടെന്നൊന്ന് സൂചിപ്പിച്ചു പോയാൽ 2 ബില്ലുകളെയാണ് തീർത്തത്. ഒന്ന് ഭൂപരിഷ്കരണം, അധ്വാനിക്കുന്നവരെ അവൻ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ അവന് കിടക്കാൻ പറ്റുന്ന ഭൂമി കൊടുക്കണം, തലചായ്ക്കേണ്ട ഇടം കൊടുക്കണം എന്നുള്ളതാണ് ഒരു ബില്ല്. രണ്ടാമത് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം എന്ന് പറയുന്ന ഒരു ബില്ല്. ഇതിലേതാണ് പ്രലോഭകരമായിട്ടുള്ള കാര്യം? എന്താണ് ഞാൻ പ്രലോഭകരമായിട്ടുള്ളത്? ഈ 2 ബില്ലുകൾ വിചാരിച്ചിട്ട് നടത്തപ്പെട്ടിരുന്നെങ്കിൽ 2021 അധികാരം 2016 21 അധികാരത്തിൽ വന്ന സർക്കാരിന് ഇപ്പോഴും ലൈഫ് പദ്ധതിയായിട്ട് നടക്കേണ്ടി വരില്ലായിരുന്നു. ഇപ്പോഴും സ്കൂളുകൾ മോടിപ്പിക്കാനും സ്കൂളുകൾ ഉണ്ടാക്കാനും കിട്ടാനും വേണ്ടി നടക്കേണ്ടി വരില്ലായിരുന്നു. 57, 59 60 ഇത് സംഭവിച്ചു പോയതിനെ. ഇതിനെതിരായ സമരം എങ്ങനെയാണ് നടന്നത്? ഈ സമരത്തിന്റെ ഫ്രണ്ടിൽ നിന്നത് ആരാണ്? വിവിധ സാമുദായ സംഘടനകളും മതസംഘടനകളും മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൽ അന്ന് 30 പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ 24 പത്രങ്ങളും ഈ വിമോചന സമരത്തെ പ്രകീർത്തിക്കുകയും അതിനോടൊപ്പം കൂടുകയാണ് ചെയ്തത്. ഒരു ആശയലോകം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് പെട്ടെന്ന് കഴിഞ്ഞു. ഈ 25 പത്രങ്ങളിൽ ദീപിക ഫ്രണ്ടിലുണ്ടായിരുന്നു, മലയാള മനോരമ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മാതൃഭൂമിയില്ല, പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിൽ ആവേശത്തോടുകൂടി മാതൃഭൂമി വന്നു ചേർന്നു. കേരള കൗമുദി മാത്രമാണ് അതിൽ നിന്ന് മാറിയത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിവിധ സാമുദായ സംഘടനകളെല്ലാം ഓടിയെത്തി ഈ സമരത്തെ പിന്തുണച്ചു, അതിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ മത്സരിച്ചു. അപ്പോഴും മാറിയൊരു സംഘടനയുടെ SNDP അവർ ഈ പണിക്ക് പോയില്ല. അവരെ വിളിച്ചിട്ട് മലയാള മനോരമ ആഹ്വാനം നടത്തി. അവരിങ്ങനെ ചേർന്നോ? അവരോട് ഞാൻ പണിക്ക് ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ചരിത്രമുണ്ട് കേരളത്തിൽ. എന്തായാലും ഈ പറയുന്ന വിമോചന സമരത്തിൽ എന്താണ് വിമോചിപ്പിക്കേണ്ടത്? ആ സമരത്തിൽ അണിനിരത്തപ്പെട്ട ആളുകളാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ. വെടിയേറ്റ് മരിച്ചത് മത്സ്യത്തൊഴിലാളി സ്ത്രീയാണ്. അതുപോലെ പലയിടത്തും പോലീസ് ലാത്തിചാർജിനും അക്രമങ്ങൾക്കൊക്കെ ഇരയായിട്ടുള്ളവർ ഒരു സമരത്തിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ട്. അടിസ്ഥാന വർഗം, മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, പിന്നോക്കക്കാർ, അതുപോലെ തന്നെ ദളിതർ ഒക്കെ ഈ സമരത്തിന്റെ മുന്നിൽ നിന്നു. അവരായിരുന്നു ഇതിന്റെ കവചം. ആർക്ക് വേണ്ടി? അവർക്ക് കിട്ടാൻ പോകുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് വേണ്ടി ആരോ ഉണ്ടാക്കിയ അജണ്ടയിൽ തലവെച്ചിട്ട് ഇവരെ കവചമാക്കി നിർത്തിക്കൊണ്ടാണ് ഈ സമരം മുന്നേറിയത്. എന്തുകൊണ്ടാണ് മനസ്സിലാക്കിയില്ല. ഈ പാവങ്ങൾക്ക് മനസ്സിലാവുന്നതിന് മുമ്പ് സമരം അന്ന് ഏറ്റെടുത്ത് പോയി. മലയാള മനോരമയ്ക്ക് ഇറങ്ങി നടന്ന് പൈസ പിടിച്ച കാരണം ഒരു പത്രത്തിന്റെ ധർമ്മമല്ല, ഒരു പ്രചരണ നോട്ടീസായിട്ട് മാത്രമല്ല മലയാള മനോരമ പ്രവർത്തിച്ചത്. മലയാള മനോരമ ഇറങ്ങിയിട്ട് പൈസ പിരിച്ചു. 17,700 സംതിങ് രൂപയാണ് അന്നത്തെ പൈസ. 59 തിരിച്ചെടുത്തു. എന്നിട്ട് ആ 10,000 രൂപ 19 രാവിലെ കൊണ്ടു കൊടുത്തിട്ട് സമരം നന്നായി നടത്തിക്കോളാൻ പറഞ്ഞ മലയാള മനോരമയാണ്. അതാണ് പത്രങ്ങൾ എടുത്ത സമീപനം. ഇത് അതേ ഒന്നും തുടങ്ങിയതല്ല, നേരത്തെ തുടങ്ങിയതാണ്. ഇതിന് നമ്മൾ എങ്ങനെയാണ് നേരിട്ടത്? ഞാൻ ഇനി ആ വിഷയത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് അവസാനിക്കും. എങ്ങനെയാണ് നമ്മളിതിനെ നേരിട്ടത്? കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് നേരിട്ടത്? ഇത്രയും വലിയ മാധ്യമ സംവിധാനങ്ങളൊന്നും കൊണ്ടല്ലോ. ദേശാമാന്യ ജനകൾക്ക് ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. എങ്ങനെയാണ് നേരിട്ടത്? നേർക്കുനേരെ മനുഷ്യരോട് സംസാരിച്ചുകൊണ്ട് ചെറിയ ചെറിയ കൂട്ടങ്ങളായി അല്ലെങ്കിൽ ഒണ്ടുകൊണ്ട് നമ്മുടെ കലിങ്കുകൾ, തൃശ്ശൂർ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലെ കലിങ്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. നമ്മുടെ ഈ പാതവക്കത്തൊക്കെയുള്ള ചെറിയ ബ്രിഡ്ജുകൾ, കൾവർട്ട്, അതിൻ്റെയൊക്കെ മുകളിലൊക്കെ ആ കലിങ്ങിന്റെ മുകളിൽ ഇരുന്ന് രാഷ്ട്രീയം പറഞ്ഞു. ബാർബർ ഷോപ്പുകളിൽ രാഷ്ട്രീയം പറഞ്ഞു, ചായക്കടകളിൽ രാഷ്ട്രീയം പറഞ്ഞു, വയലേലകളിൽ രാഷ്ട്രീയം പറഞ്ഞു, കലാലയങ്ങളിൽ രാഷ്ട്രീയം പറഞ്ഞു, തൊഴിൽശാലകളിൽ രാഷ്ട്രീയം പറഞ്ഞു, ബീഡി തെറുക്കുന്നവന് പത്രം വായിച്ചു കൊടുത്തു, അത് ചർച്ച ചെയ്തു. അങ്ങനെയാണ് ജനകീയമായ ഇടപെടലിലൂടെ ഇതിനെ പരാജയപ്പെടുത്തിയത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഈ സ്ഥലങ്ങളിലെല്ലാം നേർക്ക് നേർ ചെന്നിട്ടാണ് അവരോട് സംസാരിച്ചത്. അവരുടെ വീടുകളിൽ പോയി, അവരുടെ തൊഴിലിടങ്ങളിൽ പോയി, അവരുടെ പാഠശാലകളിൽ പോയി. ഇങ്ങനെയാണ് ചെയ്തത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ എല്ലാം നമുക്ക് അറിയുന്നതാണ്. അതിന്റെ ഗുണം എന്താണ്? ആ ചർച്ചകൾ നടന്നു. അന്നുണ്ടായിരുന്ന സാങ്കേതിക വിദ്യ, അച്ചടി സാങ്കേതിക വിദ്യയിലേക്ക് വരിക. സാങ്കേതിക വിദ്യ, ആ സാങ്കേതിക വിദ്യ നമ്മൾ ഏറ്റെടുത്തു. നമ്മൾ പത്രം തുടങ്ങി. ഒരുപാട് പരിമിതികളുണ്ടെങ്കിൽ ആ പത്രം തുടങ്ങി. അതിനുശേഷം എന്താണ്, ലഘുലേഖകൾ, പുസ്തകങ്ങൾ. കേരളത്തിന്റെ നോക്കുന്നുണ്ട്. നിങ്ങൾ പോകും, ഏത് ഗ്രാമത്തിലും പോയിക്കോ, അവിടെ ഗ്രാമീണ വായനശാലയിൽ ചെന്ന് എടുത്തു നോക്കും. ഒരു 10-30% പുസ്തകങ്ങൾ കേരളത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്രമായിരിക്കും, കർഷക സമരത്തിന്റെ ചരിത്രമായിരിക്കും, കേരളത്തിലെ സാധാരണ മനുഷ്യൻ ജീവിക്കാൻ പെട്ട പാടുകൾ അതിനകത്തുണ്ടാവും. അടിസ്ഥാന വർഗത്തിന്റെ വാക്കുകളും വരികളും ഉൾക്കൊള്ളുന്ന 10-30% പുസ്തകങ്ങളും ഇല്ലാതെ ഒരു ഗ്രാമീണ വായനശാലയ്ക്ക് കാണാൻ കഴിയും. ആ മേഖലയിൽ നമ്മൾ ആധിപത്യം പുലർത്തി.
ഇടതുപക്ഷത്തിന്റെ ഒരു ഹെജിമണി അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കേരളത്തെ ഐക്യ കേരളമാകുന്ന വഴിക്ക് നമ്മൾ ഏതാണ്ട് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ മേധാവിത്വം, ഇടതുപക്ഷ സാംസ്കാരിക മേധാവിത്വം, അങ്ങനെ പറയുന്നത് സാംസ്കാരിക ബോധം നിർമ്മിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അത് ഈ സംഘടിതമായ ഇടപെടലിലൂടെ. സാങ്കേതിക വിദ്യ നമ്മൾ ഏറ്റെടുക്കാൻ ശ്രമിച്ചു. റേഡിയോ പിന്നെ കേരളത്തിൽ അത്തരത്തിലുണ്ടായിരുന്നില്ല. അത് ലൈസൻസ് ആയിട്ടുള്ള മറ്റ് തരത്തിലാണെങ്കിൽ റേഡിയോ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, പല ലോകത്ത് നടന്ന പല വിപ്ലവങ്ങളിലും റേഡിയോ അടക്കം പത്രമടക്കം ഈ പറഞ്ഞ ലഘുലേഖകളടക്കം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ലെനിൻ ഇസ്രായേൽ എന്ന പത്രം തുടങ്ങുന്നു, പിന്നീട് അത് പോയി, പിന്നീട് വേറെ പത്രം തുടങ്ങുന്നു, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അവിടെ ക്യൂബൻ വിപ്ലവത്തിൽ അവർ പോയിട്ട് ആദ്യത്തെ ഏറ്റുമുട്ടലിൽ പരാജയപ്പെട്ടു. 10-12 പേരെ ശേഷിച്ചുള്ളൂ. അവർ സിയറാവസ്ഥ പർവ്വതങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ ഇരുന്നിട്ട് അവർ ആദ്യം ചെയ്തെന്നറിയുന്നു, പത്രം ഇറങ്ങാൻ ശ്രമിച്ചു, ഹാം റേഡിയോ ഉണ്ടാക്കിയിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ ശ്രമിച്ചു. ആര്? ചേഗുവേരയും അതുപോലെ തന്നെ ആ സംഘം, വിപ്ലവ സംഘം. അതിൽ നിന്ന് വളർത്തിയെടുത്താണ് ക്യൂബൻ വിപ്ലവം ഉണ്ടാക്കിയെടുക്കുന്നത്. ചൈനീസ് വിപ്ലവം നിങ്ങൾ പരിശോധിച്ചു. ഈ ആശയപ്രചരണ തലം, ആശയപ്രചരണത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ ലോകത്ത് ഒരു വിപ്ലവം നടന്നിട്ടില്ല. ആശയപ്രചരണ തലത്ത് സാംസ്കാരിക മേഖലയിൽ ഇടപെട്ടുകൊണ്ടല്ലാതെ ഈ മുന്നോട്ട് പോക്ക് നടന്നിട്ടില്ല. അത്തരത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്നു. നമുക്ക് എവിടെയാണ് വീഴ്ച? നമുക്ക് ടെലിവിഷൻ സാങ്കേതിക വിദ്യ വന്നതോടുകൂടി, ടെലിവിഷൻ സാങ്കേതിക വിദ്യ വരുന്നതോടുകൂടി നമുക്കൊരു ചെറിയ ഇത് വന്നു. കാര്യം നമ്മൾ നോക്കുന്നത്, നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയോ പ്രസ്ഥാനങ്ങളെയോ അല്ല നോക്കേണ്ടത്. അവരൊക്കെ ചിലതിൻ്റെയൊക്കെ പ്രതിബിംബങ്ങൾ മാത്രമാണ്. നിലനിൽക്കുന്ന വ്യവസ്ഥ ഇതിനെതിരായിട്ട് അതിശക്തമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ എതിർക്കാനുള്ള വളരെ പരിമിതമായ ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. കൈരളി പോലുള്ള ജനകീയ പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയ അല്ല, അതിനും തൊട്ട് മുമ്പ് ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യ, ഷായ് സാർ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യ എവിടെ ഉണ്ടായതാണ്? ഇത് കേരളത്തിലെ പുറമെ കലാ സാഹിത്യ സംഘക്കാർക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ ആരും ഉണ്ടാക്കി തന്നാലല്ലോ. ഇത് അമേരിക്ക ആർപ്പാനിക് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് അവർ ചെയ്തത്. അത് യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി, അന്ന് ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലെ ഈ പറഞ്ഞ ടെലിഫോണിക് അല്ലാതെ വേറെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ആശയപ്രചരണത്തിന് യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ആർപ്പാനിക് എന്ന് പറയുന്നത്. അത് പ്രിമിറ്റീവ് ഇന്നത്തെ ഇന്റർനെറ്റ് കഴിഞ്ഞ് ധാരാളം ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിന്റെ തുടക്കമാണ്. ഈ സാമ്രാജ്യ മുതലാളിത്തത്തിലുള്ള ഒരു കുഴപ്പമൊന്നും വെച്ചാൽ ഇവരെന്ത് കണ്ടുപിടിച്ചാലും ഇത് വെച്ചോണ്ടിരിക്കാൻ, അല്ലെങ്കിൽ അത് അവിടെ കയ്യിൽ നിർത്താൻ പറ്റില്ല. അതതിൻ്റെ ഒരു ദൗർബല്യമാണ്. മുതലാളിത്തം നിലനിൽക്കുന്ന ലാഭത്തിന് അടിസ്ഥാനപ്പെടുത്തുന്നത്, വിപണിയെ അടിസ്ഥാനപ്പെടുത്തുന്നത്. അപ്പൊ ഏത് സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചാലും അത് വിൽക്കേണ്ടി വരും. അതൊരു പൊതു സാങ്കേതിക വിദ്യയായി മാറി. അത് സമൂഹത്തിന് നന്നായി മാറിയ കാര്യം. പക്ഷെ അത്തരത്തിൽ ഇതൊരു കച്ചവട സാങ്കേതിക വിദ്യയായി വികസിപ്പിച്ചതോടുകൂടി ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ സാങ്കേതിക വിദ്യ ലോകത്താകെ ലഭ്യമായി. അതൊരു ജനറൽ ടെക്നോളജിയായി മാറി, പൊതു സാങ്കേതിക വിദ്യയായി മാറി, ജനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, ലോകത്താകമാനം ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് വാർത്താ വിതരണ പ്രക്ഷേപണ രംഗത്തും ആശയപ്രചരണ രംഗത്തും ഉണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റം നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറം. അതിന് തൊട്ട് മുമ്പ് പിന്നീട് ജീവിച്ചിരുന്ന ഒരു തലമുറയിലെ കുറെ ആളുകൾ, ഞങ്ങൾ കുറെ പേരെങ്കിലും ഇവിടെ ഉണ്ടാവും, അതിനുശേഷമുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ആ ട്രാൻസിഷൻ ഉണ്ടാക്കിയത് അതിശക്തമായൊരു സ്വാധീനമാണ് വാർത്ത അല്ലെങ്കിൽ ആശയപ്രചരണ മേഖലയിൽ ഉണ്ടാക്കി. ഇതിന്റെ സ്വാധീനം കൃത്യമായി മനസ്സിലാക്കി അത് ഏറ്റെടുത്ത് ഇടപെടുന്നതിൽ നമുക്ക് ചില പരിമിതികൾ പറ്റിയിട്ടുണ്ട്. പൊതുവെ പുരോഗമന പ്രസ്ഥാനങ്ങൾ മറ്റു പലയിടത്തും സംഭവിച്ചു. ഇപ്പം മുല്ലപ്പൂ പോകുമ്പോഴേക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ അത്രയ്ക്കൊക്കെ മുന്നിൽ നിന്ന് കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റാതെ പോയി ദേശം സമയം നമ്മൾ കൂടുതലെടുത്തു. ആ കൂടുതലെടുത്ത സമയം കൊണ്ട് തന്നെ ഈ സാധനം മുഴുവൻ നമ്മുടെ കയ്യിൽ പോകുന്ന അവസ്ഥ വന്നു. അപ്പൊ ഇപ്പൊ നമ്മളത് ഫോർ ഫ്രണ്ടിലില്ല. നേരത്തെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളൊന്നും ചെയ്തില്ല. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. നമ്മളും നമ്മുടെ പരിധിക്കകത്തുകൊണ്ട് പരമാവധി ശ്രമിച്ചു. പക്ഷേ ഇവരെ നേരിടാൻ പറ്റുന്ന തരത്തിലേക്ക് ഈ സാങ്കേതിക വിദ്യയെ കൈകാര്യം ചെയ്യുന്നതിൽ നമുക്ക് ചില വീഴ്ചകൾ പറ്റി എന്നുള്ളത് നമ്മൾ സ്വയം വിമർശനവുമായി പരിശോധിക്കുകയും അത് തിരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇന്റർനെറ്റ് ഇങ്ങനെ ഒരു വലിയ സാങ്കേതിക വിദ്യമാണ്. ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വെബ്സൈറ്റുകളൊക്കെ ആദ്യം വരുന്നു, പിന്നെ ബ്ലോഗുകൾ വരുന്നു, അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ വരുന്നു. അപ്പൊ ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഉച്ചയ്ക്കുള്ള സെഷനിലും മഹേഷോടെ കൃത്യമായിട്ട് എന്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് അതിലേക്കാണ് പറഞ്ഞത്. നമ്മൾ എന്താണ് ഇതുകൊണ്ട് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ നടക്കുന്നത്. ഇത് സാമൂഹ്യ രംഗത്തുണ്ടായ മനുഷ്യരുടെ ബോധമണ്ഡലത്തിലെ ജീവിത രീതിയിൽ അവരുടെ പെരുമാറ്റത്തിലെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് ചെയ്യുന്നു. പ്രത്യേകിച്ച് പുരോഗമന കലാ സാഹിത്യ സംഘം കണ്ടിരിക്കേണ്ടത്.
നിയോ ലിബറൽ കാലം തുടങ്ങി ഇങ്ങോട്ട് അതുവരെ നമ്മളുണ്ടായിരുന്നത് 70 മുതൽ 80 വരെ അല്ലെങ്കിൽ ഒരു വർഷം 90കളുടെ മധ്യം വരെയൊക്കെ കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ നമുക്കുണ്ടായിരുന്ന ഒരു ഹെജമണി പിന്നീട് നമുക്ക് നഷ്ടപ്പെടുന്നതിന്റെ അടിസ്ഥാനം ഈ നിയോ ലിബറൽ സാധനം എന്നതാണ്. നിയോ ലിബറലിസം എന്ന് പറഞ്ഞാൽ കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞത് മാത്രമല്ല, അത് മനുഷ്യന്റെ ബോധനിലവാരത്തിൽ ഉണ്ടായി മാറ്റം കൂടിയാണ്. അപ്പൊ ആ വിശദാംശങ്ങൾ പക്ഷേ എന്നെക്കാൾ നന്നായി വിശദമാക്കാൻ കഴിയുന്നവരും അറിയുന്നവരുമാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാനത് വിടുകയാണ്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, ഈ ഡെപ്ത് എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു വിവരത്തെ ഒരു വിഷയത്തെ ഗൗരവമായി പഠിക്കാനുള്ള ശ്രമം വേണ്ടതില്ല എന്ന്. അത് ഒരുപാട് കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് പറയാം, ഒരുപാട് കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് ഏത് മേഖലയായി കണക്ട് ചെയ്ത് പറയാം. ഇപ്പം നിങ്ങൾക്കറിയാലോ NEP, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് പിള്ളേരെ കൂടെ ഉണ്ടാക്കിയതാണ്. പറയുന്നത് എന്താണ്, സ്കിൽ ഉണ്ടാക്കലാണ് വിദ്യാഭ്യാസം. ആൾക്കാരെ സ്കിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? മുതലാളിത്തത്തിന് വലിയൊരു തൊഴിലില്ലാപ്പട എപ്പോഴും കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കണം, അതവന്റെ അസറ്റാണ്. വിപുലമായ ഒരു തൊഴിലില്ലാപ്പടയെ സൃഷ്ടിക്കുക എന്നുള്ളത് മുതലാളിത്തത്തിന്റെ രീതിയാണ്. അങ്ങനെ തൊഴിലില്ലാപ്പട ഉണ്ടെങ്കിലേ ഈ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ ചെറിയ പൈസയ്ക്ക് ചെറിയ ലേബർ ഫോഴ്സിനെ എപ്പോഴും അവരുടെ പരിധിക്ക് നിർത്താൻ പറ്റും. അപ്പൊ അതിനെന്ത് വേണം? അതിന് മാനവീയ വിഷയങ്ങൾ പഠിക്കുക, കൂടുതൽ ചിന്തിച്ച് വലിയ റിസർച്ചുകൾ നടത്തി ആൾക്കാരിൽ ഗവേഷണം നടത്തി പുതിയ മേഖലകളിലേക്ക് അറിവിന്റെ മേഖലകളിലേക്ക് പോകാൻ പാടില്ല. പോളിടെക്നിക്ക് പോലുള്ള സ്ഥലത്ത് അയച്ച് അത്യാവശ്യം ഘട്ടം ഫോട്ടും സ്കൂളും കൊടുക്കാനുള്ള സാങ്കേതിക വിദഗ്ധരെയും ചില സ്കിൽ സെറ്റുകൾ ഈ ഡാറ്റ എൻട്രി അങ്ങനെയൊക്കെയുള്ള ചില ചെറിയ സ്കിൽ സെറ്റുകൾ ആളുകൾ മതി. അവരെ മാത്രം നിങ്ങൾ തന്നേച്ചാൽ നിങ്ങളെ ഈ രാജ്യം എന്തിനാണ്, ഗവൺമെന്റ് എന്തിനാണ് ആളുകളെ പഠിപ്പിക്കാനും ഗവേഷണത്തിനും ഇതിനൊക്കെ പോകുന്നത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? സത്യത്തിൽ അതല്ലല്ലോ. ഈ വിവരം വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു പാരസ്പര്യമാകത്തുണ്ടാകും. നമ്മളിപ്പോ വിവര സാങ്കേതിക വിദ്യയുടെ കാലം, വിവരത്തിന്റെ കാലം എന്നാണ്. വിവരം എന്ന് പറയുന്നത് ഡാറ്റ, ബേസിക്കലി ഡാറ്റ, ഡാറ്റ നമ്മൾ വിവരങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് വയ്ക്കാവുന്ന ഒരുപാട് വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളെ ചേർത്ത് വെച്ചിട്ട് ഒരു പുതിയ കാര്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ഒരു അസംഷനിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ വിപുലമായ ഒരു ആലോചനയിലൂടെ ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ് വിജ്ഞാനമായി മാറുന്നത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. കേരളത്തിൽ അല്ലെ കുറച്ച് എളുപ്പത്തിൽ നമ്മൾ ഓടിക്കുന്ന ഒരു കാറിന്റെ ക്ലച്ച്, ബ്രേക്ക് പെഡൽ, ക്ലച്ച് പെഡൽ, ആക്സിലേറ്റർ, അതുപോലെ തന്നെ ഗിയർ ലിവർ, ഇതാണ് ഡാഷ്ബോർഡ്, ഇതാണ് സ്ക്രീൻ, ഇതാണ് സ്റ്റിയറിംഗ് വീൽ, ഇതെല്ലാം പറഞ്ഞിരുന്നു. ഇങ്ങനെയാണ് ഓടുന്നത്, എല്ലാ തീരെയും പഠിപ്പിച്ചു. വിവരങ്ങളായി വെല്ലൻസായി എല്ലാം നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ കയറി ഇരുന്നിട്ട് കാർ ഓടിക്കാൻ പറ്റും? പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ വിവരങ്ങൾ പോരാ. ആ വിവരങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ തലച്ചോറ് പ്രവർത്തിക്കണം. ആ തലച്ചോറും ഈ സിസ്റ്റവുമായി ഒരു സൈബർനെറ്റിക് സിസ്റ്റം സ്ഥാപിക്കാൻ പറ്റണം. അത് സക്സസ്ഫുൾ ആയി വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു. അങ്ങനെയാണ് റിഫ്ലക്സുകൾ വർക്ക് ചെയ്യുന്നത്. ബോധ നിലവാരം, നമ്മുടെ ബോധം ഇതിനകത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിന് നമുക്കൊരു നിലപാട് വേണം. എനിക്ക് ഈ വഴിക്കാണ് പോകേണ്ടത്, എനിക്ക് ഈ വഴിയിലൂടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലച്ച് ചവിട്ടിയ വണ്ടി, അല്ല ആക്സിലേറ്റർ ചവിട്ടിയ വണ്ടി വേഗം പോകും, അന്ന് പിന്നെ ചവിട്ടി പറ്റ വേഗം പോയി. അങ്ങനെയല്ലാതെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ, ഞാനത് കുറച്ചൊരു കാര്യമാണ്, അത്തരത്തിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ വേണം. ക്രിട്ടിക് എന്ന് പറയുന്ന സാധനം മാർക്സ് എല്ലാ കാലത്തും പറഞ്ഞു. മാർക്സ് മിക്കവാറും പുസ്തകങ്ങളുടെ എല്ലാം ടൈറ്റിൽ ക്രിട്ടിക് എന്നുള്ള വാക്കുണ്ട്. അപ്പൊ ഒരു പരിശോധനാത്മകമായ, വിമർശനാത്മകമായ, ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ, ആ ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെ വരും? നമുക്കൊരു രാഷ്ട്രീയ ബോധം, ഒരു നിലപാട് വേണം. ആ നിലപാടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴേ അതുണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ചിന്തകൾക്കൊന്നും സ്ഥാനം കൊടുക്കാതെ കുറെ വിവരങ്ങൾ അടിച്ചു കയറ്റുക, അതിന് ചോദ്യങ്ങൾ ചോദിക്കുക, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ വിജ്ഞാനമായി എന്ന് പറയുന്നത് തെറ്റാണ്. വിജ്ഞാനമതല്ല. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന ക്രിയേറ്റീവായിട്ടുള്ള സാധനം. ക്രിയേറ്റിവിറ്റി വരണമെങ്കിൽ ആളുടെ, ഈ ഉപയോഗിക്കുന്ന ആളുടെ ഒരു ഇടപെടലുണ്ട് അതിനകത്തുണ്ടാവും. അപ്പൊ അത്തരത്തിൽ വിജ്ഞാനത്തിലേക്കൊന്നും ആരും പോവാതെ ഈ പറയുന്ന ചില വിവരങ്ങൾ മാത്രം കയ്യിൽ വെച്ച് സ്പാനർ പിടിക്കുമ്പോൾ സ്പാനർ മാത്രം പിടിച്ചാൽ മതി എന്നുള്ള തരത്തിലേക്കുള്ള ഒരു ബോധവൽക്കരണം ഒരു നിയോ ലിബറൽ കാലത്ത് ചിന്താഗതി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇത് പല മേഖലയെ ബന്ധപ്പെടുത്തി പറയാനുണ്ട്. പക്ഷേ സാർ ഇരിക്കുമ്പോൾ ഞാൻ പറയാം, ഞാൻ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നമ്മുടെ ഞാൻ ഫൈനാൻസ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി എക്സ്പാൻഷൻ ഓഫ് ടൈം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കാണുന്ന സിനിമയാണ് ഇൻസിഡന്റ് ടോക്ക് എക്സ്പീരിയൻസ്. സാറൊക്കെ തന്നെ നമുക്ക് ഓർക്കാൻ പറ്റും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം മരിക്കാൻ പോകുന്ന ഒരു മനുഷ്യന്റെ ഒരു നിമിഷത്തെ ചിന്ത പോകുന്ന വഴികൾ ആ ടൈം എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് അവിടെ ഫിറ്റ് ചെയ്ത് ആ സിനിമ വളരെ ഗംഭീരമാണ്. പറ്റിയാണ് കണ്ടാണ് നമ്മൾ കാണാൻ കാണുന്നതായിരിക്കും.
അതേക്കുറിച്ച് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച പറഞ്ഞു, ചെറുപ്പക്കാരും ഇത് കാണാൻ തരില്ല. നിങ്ങളെന്തിനാ ഈ ടൈം എക്സ്പാൻഡ് ചെയ്യണം? നിങ്ങളെന്തെങ്കിലും ചുരുക്കാനാവത്തുള്ളൂ. ഈ ഒരു നിമിഷത്തെ അതിലും കൂടുതൽ ഈ മുഴുവൻ ഇൻസിഡന്റിനെയും 30 സെക്കൻഡ് റീലിലേക്ക് ചുരുക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളോടൊന്നില്ല നിങ്ങൾ ഈ എക്സ്പാൻഷൻ ഓഫ് ടൈം പറയുന്നത്, കോൺട്രാക്ഷൻ ഓഫ് ടൈം പറഞ്ഞാൽ പറയുന്നത്. ഇതാണ് നിയോ ലിബറൽ കാലത്തെ ചിന്താഗതി. വളരെ വേഗം, വളരെ എളുപ്പത്തിൽ, കോരി കുടിക്കാവുന്ന തരത്തിൽ, ചവച്ച് തിന്നാനുള്ള സമയം പോലുമില്ല, കോരി കുടിക്കാവുന്ന തരത്തിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ ആളുകൾ റെഡിയാണ്. അത് വാരി പിഴിഞ്ഞാണെങ്കിൽ പെട്ടെന്ന് കുടിച്ചിറക്കി മിടുക്കരാവാൻ ജനങ്ങൾ റെഡി. ഈ സാഹചര്യത്തെയാണ്, ചരിത്രപരമായ ഈ സാഹചര്യത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അത് എളുപ്പമല്ല. പക്ഷെ ഈ ടൂളുകൾ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോ എന്താണ് നമ്മുടെ പഴയകാല കച്ചേരി, സംഗീത കച്ചേരി ഒക്കെ കേൾക്കുന്നവർക്ക് അറിയാം എത്ര സമയമെടുക്കും. രാഗസ്ഥാനം, പിന്നെ അതിങ്ങനെ പാടി പറ്റും. ഒരു കച്ചേരിക്ക് വൈകുന്നേരം ചെന്നിരുന്നാൽ മിക്കവാറും 12 മണിയാവാതെ ചിലർക്ക് വൈകുന്നേരം പോകുന്നുള്ളൂ. ഇനി പോട്ടെ കഥകളി നമ്മൾ ചെന്നിരുന്നാൽ എത്ര മണിക്കൂറുകളുണ്ടല്ലേ കഥകളി തീരുന്നത്. എടുക്കുമ്പോഴത്തേക്കാണ് പൂവനമോഷമൊക്കെ നേരം എടുത്ത് സൂര്യൻ നിൽക്കുന്ന വെളിച്ചത്തിൽ മറ്റേ കുടപാലയായിട്ട് വരുന്നത് കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ. അപ്പൊ അങ്ങനെ ഇതിനെയൊക്കെ ചുരുക്കുന്നത് എപ്പോഴാണ്? സാങ്കേതിക വിദ്യയുടെ വികാസം, കാലത്തിന്റെ മാറ്റം. ഇപ്പൊ ഈ HMV ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഡിസ്ക്, ആ ഡിസ്കിലേക്ക് പാട്ട് വേണമെങ്കിൽ ആദ്യത്തെ ഇറങ്ങിയ ഡിസ്കിന് 2 മിനിറ്റോ 2.5 മിനിറ്റോ മറ്റേ വെക്കും. അപ്പൊ ശാസ്ത്രീയ സംഗീതം ഇങ്ങനെ ഈ രാഗസ്ഥലമൊക്കെ നടത്തി മണിക്കൂറുകൾ പോയാൽ ഇതിനകത്ത് കൊള്ളൂല. അപ്പൊ മാറി. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ രണ്ടാമത്തെ കാര്യം. പക്ഷെ കാലം ആവശ്യപ്പെടുന്ന ഈ മാറ്റത്തിലേക്ക് നമ്മൾ മാറാൻ തയ്യാറാണ്. അതിലേക്കാണ് വരുന്നത്. അപ്പൊ സാങ്കേതിക വിദ്യയും കാലവും ആവശ്യപ്പെടുന്ന ഇത്തരം മാറ്റങ്ങളിലേക്ക് എന്നെ ചുരുക്കിക്കൊണ്ടുവരാൻ കഴിയണം. 3 മണിക്കൂർ ഉണ്ടായിരുന്ന സിനിമകൾ ഇപ്പൊ കാണാൻ ആളില്ല. പറ്റുകയാണെങ്കിൽ 30 മിനിറ്റ് അതൊക്കെ പോയി. ഇപ്പൊ കുട്ടികൾ 30 സെക്കൻഡ് റീലുകൾ അല്ലെങ്കിൽ 1 മിനിറ്റ് റീൽ മാക്സിമം. ഇപ്പൊ അതിനെ കുറയ്ക്കാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുക. അത് സ്കില്ലാണ്. ആണെങ്കിൽ ചുരുക്കിക്കൊണ്ടുവരികയാണ്. അത് തെറ്റൊന്നല്ല. അപ്പൊ അത്തരത്തിൽ സാങ്കേതിക വിദ്യയിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞിറക്കിയെടുത്ത് നമ്മൾ സാങ്കേതിക വിദ്യയിൽ നമ്മൾ ചെറിയ അകലം പാലിച്ചൊന്നുമില്ല. നമുക്കൊരു ഗ്യാപ്പ് ഒന്നുമില്ല. ആ ഗ്യാപ്പിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ദേശാഭിമാനി ലേഖനങ്ങൾ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രായോഗികതയിലേക്ക് കൂടി വന്ന് ഞാൻ അസൈമിക്കാം. ടെൻഷനായിട്ടില്ല, അസ്വസ്ഥമായി തുടങ്ങിയിരിക്കുന്നു. ഞാൻ പറയുന്നതിന്റെ രീതിയിൽ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ പ്രശ്നം ഉണ്ടാവും. ഇവിടെ ചിത്രകലയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നതിന് 2 കാര്യമുണ്ട്. ഒന്ന്, ഈ വരച്ചയാള് എന്ന് മനസ്സിലാകണമെന്ന് വിചാരിച്ച് വരച്ചതാവാം. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ഇപ്പൊ അക്ഷരം അറിയാമെങ്കിൽ കവിത മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആ സാങ്കേതിക വിദ്യയുടെ അറിയിക്കണം എന്നുള്ള പ്രശ്നം. ഇത് ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എനിക്കത് പറഞ്ഞു തരാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ്. അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ടെന്ന് ഒരിക്കലും ഇത് പറയാണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സാങ്കേതിക വിദ്യയുടെ മാറ്റത്തെ അഡോപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ആവിഷ്കാരങ്ങളിൽ മാറ്റം വരുത്തുന്നതിൽ പുരോഗമന കലാസാഹിത്യ സംഘം അടക്കമുള്ള നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടത്ര വേഗതയിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളത് ഞാൻ വിമർശനമായിട്ട് വയ്ക്കുകയാണ്. ഇത് കഴിഞ്ഞു നിന്ന് അതിലൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നതിൽ ഒരു തെറ്റില്ല. അതിനാദ്യം വേണം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. അത് പുരോഗമന കലാസാഹിത്യ സംഘമൊന്നല്ല. ഇത് പറയാൻ ഉത്തരവാദപ്പെട്ട ഞാനടക്കം എല്ലാവർക്കും ഈ വീഴ്ച പറ്റിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയെ, സമയത്തിന്റെ രീതികളെ അല്ലെങ്കിൽ കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് പറയാൻ കഴിയില്ല. അപ്പൊ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം അത് അപ്പടി എടുത്തിട്ട് കാര്യമില്ല. അത് വായിക്കാൻ പുതിയ കുട്ടിയുടെ താല്പര്യമില്ല. എന്റെ മക്കളാരും അതൊന്നും പറഞ്ഞ് കേൾക്കുന്ന ആളുകൾ ചാച്ചിനെ പഠിക്കു പോകുന്നു. തലമുറയുടെ മാറ്റം. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ എങ്ങനെ പറയാൻ പറ്റും? അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതാണ് ക്രിയേറ്റിവിറ്റി. സാഹചര്യത്തിന് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? അനന്തമായ സമയവും അനന്തമായ റിസോഴ്സുകളും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സാധനങ്ങൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും ഏറ്റവും നല്ല പുസ്തകം എഴുതാൻ പറ്റും, ഏറ്റവും നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റും, ഏറ്റവും നല്ല നാടകം ഉണ്ടാക്കാൻ പറ്റും, ഏറ്റവും നല്ല കവിത എഴുതാൻ പറ്റും. പക്ഷെ അനന്തമായ സമയവും അനന്തമായ റിസോഴ്സസും ആർക്കുമില്ല എന്നുള്ളതുകൊണ്ട് നിലവിലുള്ള റിസോഴ്സസിനകത്ത്, നിലവിലുള്ള സമയത്തിനകത്ത്, സൗകര്യങ്ങൾക്കകത്ത് ഇതിനെ എങ്ങനെയാണ് നന്നായി ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ക്രിയേറ്റിവിറ്റി. ആ ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ പിന്നോക്കം പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അത്രയും ക്രിയേറ്റീവായി ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയണം. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രശ്നമുണ്ട്. നമ്മുടെ പെരുമ്പാവൂർ രേഖയിൽ നിന്നും നമ്മൾ പൂർണ്ണമായും പെരുമ്പാവൂർ രേഖ തന്നെ പൂർണ്ണമായും നമ്മൾ കൊണ്ടുപോകുന്ന എനിക്ക് അഭിപ്രായം ഇല്ല. വിളിക്കുന്നവരല്ല. ആദ്യകാലത്ത് പുരോഗമന കലാസാഹിത്യ സംഘത്തിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചൊക്കെ എന്തെങ്കിലും മാറി നടന്ന് പിന്നീട് സാഹിത്യ സംഘത്തിൽ ഇടയ്ക്കൊക്കെ വന്നു പോകുന്നതല്ലാതെ ഞാനൊക്കെ തന്നെ പെരുമ്പാവൂർ രേഖ ഒന്നും പൂർണ്ണമായും കൺസീവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു ധാരണയില്ല. അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. 92 നിയോ ലിബറൽസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഉടനെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ രേഖയുണ്ട്. പുതിയ കാലവും പുതിയ കാഴ്ചപ്പാടും പറഞ്ഞ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോഴും 92 എത്ര വർഷമായി? 2024 നമുക്കത് പൂർണ്ണമായും ഏറ്റെടുക്കുന്ന പക്കം കഴിയാത്ത സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്.
അത് എങ്ങനെ പുതിയ കാലത്തിന്റെ മീഡിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് എങ്ങനെ ചെയ്യാം എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതെങ്ങനെ എന്ന് നോക്കുമ്പോൾ ഈ സാങ്കേതികവിദ്യ ആർജിക്കേണ്ടി വരും, സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യേണ്ടി വരും. അതിനെ നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടി വരും. പലപ്പോഴും ആളുകളെ എല്ലാവർക്കും അറിഞ്ഞണമെന്നില്ല, ചിലർക്ക് സാങ്കേതികവിദ്യ അറിഞ്ഞണമെന്നില്ല, ചിലർക്ക് ആശയാവിഷ്കരണത്തിനുള്ള ശേഷിയുണ്ടാവും. പക്ഷെ ഈ പുതിയ കാലം അങ്ങനെ ആശയാവിഷ്കരണത്തിനുള്ള ശേഷിയുള്ള സ്ക്രിപ്റ്റ് എഴുതി എവിടെയെങ്കിലും വെച്ചാൽ അത് സോഷ്യൽ മീഡിയയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ കാലത്തിലേക്ക് സ്പോണ്ടേനിയസ് ആയാലും മാറ്റിയെടുക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഈ പണികൾ നമ്മൾ കുറച്ച് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു പ്രശ്നമുള്ളത്, നമ്മളിപ്പോഴും എനിക്ക് തോന്നുകയാണ് ഞാനിതെല്ലാം എൻ്റെ കൺഫെഷനായിട്ട് കൂടിയാണ് പറയുന്നത് എന്നും ബോധ്യമാണല്ലോ. പിന്നെ അയാളതൊരു സാഹിത്യത്തിനൊക്കെ കുറ്റപ്പെടുത്തി അങ്ങനെ പറയല്ല, അത് എൻ്റെയും കൂടി പ്രശ്നമായിട്ട് എൻ്റെ പ്രശ്നമായിട്ട് ഞാൻ പറയുകയാണ്. നമ്മളിപ്പം പ്രമേയപരമായാണ് നമ്മൾ പലപ്പോഴും നോക്കുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ ഇടപെടുന്ന വിഷയങ്ങളിൽ പ്രമേയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് വേണ്ടതില്ല, പ്രമേയം വളരെ പ്രധാനമാണ്. പക്ഷെ ആ പ്രമേയം മാത്രമല്ലല്ലോ. ഇപ്പൊ ലിയോ ടോൾസ്റ്റോയ് റഷ്യൻ വിപ്ലവത്തിന്റെ കണ്ണാടിയാണെന്ന് ലെനിൻ പറഞ്ഞു. എന്താ കാര്യം? ലിയോ ടോൾസ്റ്റോയ് റഷ്യൻ വിപ്ലവത്തിന് മുദ്രാവാക്യമിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വിപ്ലവ സാഹിത്യം എന്തെങ്കിലും ടോൾസ്റ്റോയ്ക്ക് ഇല്ല. ടോൾസ്റ്റോയ് പ്രത്യക്ഷത്തിൽ വിപ്ലവ പ്രവർത്തനത്തിൽ നേരിട്ട് പങ്കെടുത്ത് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരാളല്ല ടോൾസ്റ്റോയ്. പക്ഷെ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ ആവിഷ്കരിച്ചു, അവിടുത്തെ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ ആവിഷ്കരിച്ചു. എന്തായിരുന്നു USSRന് മുമ്പുള്ള റഷ്യ, സാറിസ്റ്റ് റഷ്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങളെ ഒരു ദർപ്പണത്തിലെന്ന പോലെ നിരന്തരം പ്രദർശിപ്പിച്ച് ജനങ്ങൾ കാണിച്ച ഒരാളാണെന്നുള്ളത് സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിലൂടെ ഒരു പറയുന്ന വയലാറൊക്കെ എഴുതുപോലെ അല്ലെങ്കിൽ ഈ വാസ്കൻ എഴുതുപോലെയൊക്കെ ഇല്ലാത്ത കവികളുണ്ട്. അവരൊക്കെ തന്നെ ഈ പുരോഗമന സാഹിത്യത്തിന്റെ ആൾക്കാരല്ലേ. ബഷീറിന്റെ കഥ, ബഷീർ എവിടെയാണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മുദ്രാവാക്യ കവിതകളോ അല്ലെങ്കിൽ മുദ്രാവാക്യ കഥകളോ അങ്ങനെ പ്രകടനാത്മകമായി എഴുതിയത്? എനിക്കറിയില്ല, ഉണ്ടോന്നറിയില്ല. എനിക്ക് ചെറിയ ചില കഥകൾ എല്ലാം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കില്ല. പക്ഷെ ബഷീർ ഏറ്റവും വലിയ ജനകീയ സാഹിത്യകാരനായിരുന്നില്ലേ? മലയാളത്തിലെ ഏറ്റവും ജനകീയമായ സാഹിത്യ മേഖലയിലേക്കും വ്യാപരിച്ച ഒരാളല്ലേ, ഏറ്റവും ജനങ്ങൾ സ്വാധീനിച്ച ഒരാളല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ പ്രമേയപരമായ മുദ്രാവാക്യം വിളികൾ മാത്രമല്ല, യാഥാർത്ഥ്യങ്ങളെ കൂടി നിൽക്കുന്ന തരത്തിൽ അതിനെ ഒന്ന് മാറ്റി അതൊക്കെ അനുഭവവേദ്യമാവുന്ന തരത്തിൽ ആവിഷ്കരിക്കുന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. ഞാനിത് പറഞ്ഞു വരുന്നതൊന്നും നിങ്ങളുടെ സാഹിത്യത്തിൻ്റെയോ കലയുടെ മേഖലയിൽ അതൊന്നും ഞാനില്ല. സോഷ്യൽ മീഡിയയിൽ ആവിഷ്കരിക്കുന്നതും എഴുത്തുകളും പോസ്റ്ററുകളും ഈങ്കുലാബ് വിളികളും മാത്രമായി മാറുന്നു എന്നുള്ളതാണ്. അല്ല, അങ്ങനെ നമുക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റില്ല. നിങ്ങളുടെ രസകരമായ ഒരു ട്രോൾ, നിർദോഷമായി വേറെ ആരെയും ഹർട്ട് ചെയ്യാത്ത ട്രോളാണെങ്കിൽ എല്ലാവരും ചിരിക്കും. ആ ചിരി ഒന്ന് രണ്ട് ചിരികൾ കഴിയുമ്പോൾ ചെറിയ സമ്മതമായിട്ട് പറയുന്നത് ശരിയാണല്ലോ എന്ന് തോന്നും. ഈ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ജനങ്ങളോടുള്ള സംവാദം ശക്തിപ്പെടുത്താൻ പ്രമേയപരമായി ഞാനിപ്പോൾ ഷാജി സാർ കണ്ടിട്ട് എന്ത് പറയും, ഞാൻ പുരോഗമനമില്ലെന്നൊന്നും പലരും പറയും, അനിയൻ ചേട്ടൻ കുഴപ്പമില്ല എന്ന് വിചാരിക്കല്ല. നമുക്ക് പറയാനുള്ള കാര്യം ഏറ്റവും ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇടപെടാൻ പറ്റും. ഇതിന്റെ പരിമിതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ സാഹിത്യ സംഘക്കാരോട് ഞാനിത് സംസാരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പ്രവർത്തനം തുടങ്ങുന്ന കാലം മുതൽ ഇതുവരെ അതോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞ ഒരാളാണ്. ഈ സർഗാത്മക സംവാദം അതിനകത്ത് ഇടപെടാൻ ശ്രമിച്ചപ്പോഴൊന്നും സക്സസ് ആയി നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കുമ്പസാരത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇവിടെ പറയുന്നതല്ല. പലപ്പോഴും മുദ്രാവാക്യം വെച്ചാൽ മതി, അല്ലെങ്കിൽ വലിയ വലിയ ഫോട്ടോസ് വെച്ചാൽ മതി, ചിരിക്കുന്ന പടങ്ങൾ വെച്ചാൽ മതി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ധാരണ. അതല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് തൊട്ടടുത്ത അയൽക്കാരനോട് സംസാരിക്കുന്നത് പോലെ അവരോട് സംസാരിക്കാൻ പറ്റുന്ന കണ്ടന്റ് ഉണ്ടാക്കണം, ഉള്ളടക്കം ഉണ്ടാവും. ആ ഉള്ളടക്കത്തിൽ കഴിഞ്ഞ സിനിമയിലെ പോലെ ഉള്ളൊഴുക്കുണ്ടാവും. എൻ്റെ മനസ്സിൽ നിന്ന് തൊട്ടടുത്തയാളുടെ മനസ്സിലേക്ക് ഒരു ചാല് കയറാൻ പറ്റണം. അത്തരത്തിൽ ക്രിയേറ്റീവായി ചെയ്യണമെങ്കിൽ സാഹിത്യ സംഘക്കാർക്കാണ് ആദ്യം കഴിയുക, പുരോഗമന കലാ സാഹിത്യ സംഘത്തിന് പ്രവർത്തകർക്കാണ് ആദ്യം കഴിയുക. അത്തരത്തിൽ കഴിയുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് നമ്മൾ അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഇടങ്ങൾ ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. അതിനെന്ത് ചെയ്യാം? 92 രേഖ പറയുന്നുണ്ട്, സമാന്തര ജനകീയ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തണം, ബദൽ മാധ്യമങ്ങളായി മാറണം. ബദൽ മാധ്യമങ്ങളായി മാറാൻ നമ്മൾ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് പേജ്, നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ ബദൽ മാധ്യമങ്ങളാണ്. അത്ര ജനകീയമായ ബദൽ മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ കഴിയണം. ചിലപ്പോൾ അത്ര ഭയങ്കര സക്സസ് ആവില്ല. ഇപ്പൊ ധ്രുവറാത്തിയെ കുറിച്ച് നമ്മൾ പറയുന്നത്, ധ്രുവറാത്തി എന്താണ് ചെയ്യുന്നത് അത് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷെ അത് തന്നെയാണ് നമ്മൾ മാധ്യമങ്ങൾ എടുക്കേണ്ടത്. 2013 തുടങ്ങിയതായി ധ്രുവറാത്തി, അല്ലെങ്കിൽ ഇന്നലെ വന്ന ആളല്ല, ഇന്നലെയാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. 2013 യൂട്യൂബിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയ ആളാണ് പുള്ളി. മറ്റേ ട്രാവൽ വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തു തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 2024 ഇപ്പോൾ കഴിഞ്ഞ മാസം ജൂൺ ആകുമ്പോഴത്തേക്ക് 2,87,00,000 സബ്സ്ക്രിപ്ഷനാണ് പുള്ളിയുടെ യൂട്യൂബിൽ വരുന്നത്. എന്തുകൊണ്ടാണ്?
ഗുജറാത്തിയുടെ ഒന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ഒന്ന് ഹിന്ദിയാണ് മീഡിയം. ഇപ്പം മലയാളത്തിൽ സിനിമ ഇറക്കുന്നതും ഹിന്ദിയിൽ സിനിമ ഇറക്കുന്നതുള്ള കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. വലിയൊരു ഓഡിയൻസിനെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമുണ്ട്. രണ്ട്, മലയാളത്തിലും അല്ലെങ്കിൽ അതുപോലെ തമിഴിലും ഒക്കെ നിരന്തരമായി ഇത്തരത്തിലുള്ള വർഗീയതാ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള അധികാര പ്രവണതയ്ക്കെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ചെറുതായെങ്കിലും നിരന്തരമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഹിന്ദിയിൽ പലപ്പോഴും അതില്ല. ഞാൻ എൻ്റെ ടിവിയുടെ കാര്യം പറഞ്ഞതുപോലെ അതിലിപ്പോൾ ഒരു ദ വയറോ അല്ലെങ്കിൽ കാരവാനോ അല്ലെങ്കിൽ മ്യൂസിക്കോ പോലുള്ള ചെറിയ ചെറിയ എഫർട്ടുകൾ എന്നല്ലാതെ ഗൗരവമായ അത്തരത്തിലൊരു വലിയ എഫർട്ട് അവിടെയും ഉയർന്നു വരാത്തതിന്റെ പ്രശ്നമുണ്ട്. ഒരു മോഡി വിരുദ്ധത അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ വിരുദ്ധത കൊണ്ടുവരുന്നതിൽ ഹിന്ദി മാധ്യമങ്ങൾ ഹിന്ദുത്വ മാധ്യമങ്ങളായി മാറിയതോടുകൂടി പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ ആ ഒരു വലിയ ഗ്യാപ്പ് അവിടെ ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വിമർശനത്തിനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് ഉപയോഗപ്പെടുത്തി, വളരെ നല്ല കാര്യം ഉപയോഗപ്പെടുത്തി. രണ്ടാമത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊന്ന് ഡിസെക്ട് ചെയ്താൽ ഇത് കണ്ടാൽ മതി. ഹിന്ദി ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതങ്ങനെ ഹിന്ദി അറിയാത്ത എനിക്കത് മനസ്സിലാവും. അനായാസമായ ലളിതമായ അതിന് പിന്നിൽ ശക്തമായ ഗവേഷണം, അത് വളരെ കൃത്യമായ ഡാറ്റ പറയുന്നുണ്ട്. ആ ഡാറ്റ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു? അദ്ദേഹം വളരെ അനായാസമായും സരളമായും ലളിതമായും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗ്രാഫിക്സ് വരുന്നു, ഗ്രാഫിക്സ് വരുന്നു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസിയാവും. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇത് ലളിതമായ വസ്തുതകളാണ് പറയുന്നത്. വലിയ ഗഹനമായ സങ്കീർണമായ വിഷയങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആ സമയം ഉപയോഗിക്കുന്നില്ല. ഒരുപക്ഷെ ഇതൊരു ധ്രുവരാതി മാത്രമല്ല, ഒരുപക്ഷെ അല്ല, അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ഗവേഷണ സംഘമുണ്ട്, വളരെ പ്രൊഫഷണലായി വർക്ക് ചെയ്യുന്ന ടീമുണ്ട്. അവർ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാം, അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താം. സാധ്യതയെ നമ്മൾ പരിശോധിച്ചാൽ മതി. കേരളത്തിൽ നമുക്ക് ആ സാധ്യത ഇല്ല എന്ന് ദയവായാലും പറഞ്ഞോളൂ. ഇഷ്ടംപോലെ സാധ്യതയുണ്ട്. ഇനി 2 കോടി സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയാലേ അടങ്ങും എന്ന് നമ്മൾ വിചാരിക്കണ്ട. നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അത് കൃത്യമായി നമ്മുടെ 92 രേഖ പറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക വേദികളെ ഉപയോഗപ്പെടുത്താൻ, പ്രാദേശിക വേദികൾ എന്ന് പറഞ്ഞാൽ അതാത് പ്രദേശത്ത് വേദികൾ ഉണ്ടാക്കി ആളുകളെ കൂട്ടിച്ചേർത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന വേദി, ഇത് പ്രാദേശിക വേദികളാണ്. കേരളത്തിൽ ഒരു 1000 പേര്, 1000 പേര് വേണ്ട, 500 ആയിക്കോട്ടെ, ഇത്തരത്തിൽ ഇടപെടാൻ ശേഷിയുള്ള 500 പേരെ കണ്ടെത്താൻ ഒരു ക്ലാസ് ആയിട്ട് കഴിയും. ഈ 500 പേര് അധികം പേരോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ചിലർ 1000 പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ചിലർ 100 പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ചിലർ 500 പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചെറുതല്ലാത്തൊരു വലിയ പോപ്പുലേഷനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. തൃശ്ശൂർ റൗണ്ടിൽ ഇരുന്നിട്ട് ഒരാള് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, ഇല്ലേ? നിങ്ങളൊക്കെ കാണുന്നുണ്ടോ? ആ പേരെ പറ്റുമ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ നടക്കാൻ അതാണ് ജനകീയമായ ഇടപെടൽ. അവിടെ നമ്മൾ ചുവന്ന കൊടിയും കാണിച്ച് വിളിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. വസ്തുതകൾ, രാഷ്ട്രീയം, നിത്യജീവിതം, സാംസ്കാരിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറയാം. വളരെ ലളിതമായി പറയാവുന്നതാണ്. കാര്യം ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അത്തരത്തിൽ നമ്മുടെ രേഖയിൽ പറഞ്ഞിരിക്കുന്ന പ്രാദേശിക ഇടപെടലുകൾ ഇതും കൂടിയായിട്ട് വികേന്ദ്രീകൃതമായ ഇടപെടൽ. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന തലത്തിൽ ഒരു യൂട്യൂബ് പേജ് ഉണ്ടാക്കിയിട്ടോ അയാളുടെ കൂടെ അല്ലാത്തത് കൂടി ഒരു കാര്യം 100 പേര് ഉണ്ടാക്കാൻ പറ്റും. കേരളത്തിലാകെ 100 പേര് ഉണ്ടാക്കാൻ പറ്റും. 100 പേര് വീതം കണ്ടാൽ മതി. അതൊന്നും 100 പേരും 100 വിവിധ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്, വിവിധ തരത്തിലായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പം 2021 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ കോഴിക്കോടത്തെ സാഹിത്യ സംഘത്തിന്റെ ടീം നമ്മൾ സഹായിച്ചു. ചെറിയ സ്കിറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കോവിഡൊക്കെ കഴിഞ്ഞ സിറ്റുവേഷനാണ്. എത്ര മനോഹരമായിട്ടാണ് ഒരു 10 സെക്കൻഡ് വരുന്ന സ്കിറ്റുകളൊക്കെ ഉണ്ടാക്കി നന്നായി ചെയ്യാൻ പറ്റും. ഷോർട്ട് ഫിലിംസ് പോയിപ്പോൾ മൈക്രോ ഫിലിംസ് ആയിട്ടാണ്, ഷോർട്ട് ഫിലിം പോലും ഇപ്പോൾ പറയില്ല, മൈക്രോ ഫിലിംസ് 30 സെക്കൻഡിന് താഴെയുള്ള മൈക്രോ ഫിലിംസ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത്, അത് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാമ്പസുകളിലെല്ലാം ഉള്ള അങ്ങനെ കുട്ടികളെ കണ്ടെത്താൻ പറ്റും. ഒരു 100 കുട്ടികളെ കണ്ടെത്തിയ 100 ഷോർട്ട് ഫിലിം എല്ലാ ദിവസവും പോട്ടെ, എല്ലാ ആഴ്ചയും ഒരു മാസത്തിലൊന്നും വെച്ച് ഇറങ്ങിയാൽ പോലും എന്തുമാത്രം കണ്ടന്റ് ആണ്. അങ്ങനെ കണ്ടന്റ് പബ്ലിക്കായിട്ട് പുഷ് ചെയ്യാൻ നമുക്ക് പറ്റും. രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സാംസ്കാരിക രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ഗൈഡ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാക്കാൻ പുരോഗമന കലാസാഹിത്യ സംഘത്തിന് കഴിയും. ഒരു ദിവസത്തെ കൺവെൻഷനിൽ നമുക്ക് തീരുമാനിക്കേണ്ടല്ല. എനിക്ക് തോന്നുന്നത് ഞാൻ ഭാരവാഹികളുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. പറ്റുകയാണെങ്കിൽ നമ്മളൊന്നും വേണമെന്നില്ല, പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രധാന പ്രവർത്തകർ എല്ലാം അറിയുന്നവരാണ്. ഈ കാര്യം ഇത് പ്രസന്റ് ചെയ്യാൻ ഞാൻ നിമിത്തമായുള്ള വന്നതല്ലാതെ ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നവർ, ഏറിയ കുറഞ്ഞ എല്ലാവർക്കും അറിയുന്നവരാണ്. നിങ്ങൾ തന്നെ ഇരുന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു പ്രവർത്തന പരിപാടി ഉണ്ടാക്കാൻ പറ്റുമോ? ഞാനിത് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ വേദിയിൽ മാത്രമല്ല, ഞാൻ മറ്റു വേദികളിൽ ഒന്നിടത്തും പറയുന്നു. പക്ഷെ സാഹിത്യ സംഘത്തിനൊരു പക്ഷേ ഏറ്റവും ഗൗരവമായി അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയുന്നത് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇത് പൊതു ഇടങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. നമ്മുടെ പൊതു ഇടങ്ങൾ എവിടെയാണ്? ഒരു ലൈബ്രറിയിലും ആളുകൾ കൂടിയിരിക്കുന്നില്ല, ഒരു ബാർബർ ഷോപ്പിലും രാഷ്ട്രീയം പറയുന്നില്ല, ഒരു ചായക്കടയിലും രാഷ്ട്രീയം പറയുന്നില്ല. എവിടെയാണ് നമ്മുടെ പൊതുവേദി? പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ വേദികളിലാണ്
അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ജനറൽ ബോഡികളാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊതുയോഗങ്ങളാണ്. ആകെ പൊതുവേദി. അല്ലാതെ ഉണ്ടായിരുന്ന കേരളത്തിലെ പൊതുവേദികൾ നമുക്ക് നഷ്ടമായി. സാംസ്കാരിക ഉത്സവങ്ങളൊക്കെ തന്നെ ഇപ്പൊ സാംസ്കാരിക ഉത്സവങ്ങളിൽ നിന്ന് മാറി മതത്തിന്റെയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഉത്സവങ്ങളും കെട്ടുകാഴ്ചകളായി മാറിക്കഴിഞ്ഞു. അവിടെ നമുക്ക് റോളില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും ഉള്ളത് ഈ പറയുന്ന ലോകത്ത് ഏറ്റവും വലിയ ചെറിയ മെഷീനിലാണ്, ഈ നമ്മുടെ പൊക്കറ്റിൽ കിടക്കുന്ന മൊബൈലിലാണ്. എല്ലാവരും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും എങ്ങോട്ട് നോക്കുന്നു അവിടെ പോയി നല്ലേ നമ്മളെ കാണുന്നത്. എല്ലാവരും എങ്ങോട്ടാണ് നോക്കുന്നത് ആ സ്റ്റേജിലേക്ക് നമ്മൾ കയറി ചെല്ലണം. നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ മസലൊക്കെ പരിഹരിച്ച് കണ്ടുവരത്തില്ല. വെറുതെ നീക്കിയാൽ മതി, അടുത്ത ചാനലിലേക്ക് പോകും. അതുകൊണ്ട് അവരത് കാണില്ല. അപ്പൊ അവരെ പ്ലേസ് ചെയ്യുന്ന രീതി, അവരോട് സംസാരിക്കാൻ തയ്യാറായി സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ നമ്മൾ അവിടെ പോകാൻ കഴിയും. അതിനുള്ള വേദികളായി സോഷ്യൽ മീഡിയ മാറ്റാൻ ഉള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. പിന്നെ പൊതുവെ ഇത്രയും പറഞ്ഞ് നിർത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി, നമ്മൾ ഈ മാറി വരുന്ന ഭാവുകത്വത്തെ അഡ്രസ് ചെയ്യാൻ നമുക്ക് കഴിയണം. മാറി വരുന്നൊരു ഭാവുകത്വം എന്ന് പറഞ്ഞാൽ അത് സമയമാണ്, അത് സാങ്കേതിക വിദ്യയാണ്, ശാസ്ത്രമാണ്, സാമൂഹ്യ ജീവിത രീതിയാണ്. ഇതിൻ്റെയൊക്കെ ഉപോത്പന്നമായി ഉണ്ടായി വരുന്ന ഒരു കമ്മ്യൂണിക്കേഷന്റെ രീതി. അതിനെ അഡ്രസ് ചെയ്യാൻ കേൾക്കുന്നുണ്ടല്ലോ, അതിനെ അഡ്രസ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ആ മാറ്റത്തെ ഉൾക്കൊള്ളാതെ നല്ലതൊന്നും ആർക്കും വേണ്ട. നമ്മൾ നല്ലതൊക്കെ സൃഷ്ടിക്കുന്ന ആളുകളാണ്. നമ്മളെ കൊടുക്കുന്ന നല്ലതൊന്നും ആർക്കും വേണ്ട. അതുകൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ പലപ്പോഴും അങ്ങനെ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കേണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൂടി കൊടുക്കണം. പ്രൊപ്പഗണ്ട കൂടി ഇതിന്റെ ഒരു കാര്യമാണ്. പ്രൊപ്പഗണ്ട അത്ര മോശം കാര്യമില്ല. എല്ലാ കലയ്ക്കും പ്രൊപ്പഗണ്ട ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊന്നത്. ആ പ്രൊപ്പഗണ്ട ഇല്ലെങ്കിൽ കല പരാജയപ്പെടുകയും ചെയ്യും. ആ കലയുടെ മറ്റ് വിചാരങ്ങളിലേക്ക് പോകില്ല. അപ്പം ഞാനത് പറഞ്ഞു നിർത്തുകയാണ്. ഇതിന്റെ ഒരു പ്രൊപ്പഗണ്ട ആസ്പെക്ട് വേണം. സമൂഹത്തിന്റെ നേർവഴി നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രൊപ്പഗണ്ട അത്ര മോശം കാര്യമില്ല. പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് പോലെയല്ല ഐഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് വ്യത്യസ്തമാണ്. ഐഡിയ മാർക്കറ്റിംഗ് കലയുടെ ഒരു ലക്ഷ്യം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അഭിപ്രായ വ്യത്യാസമൊന്നും പരിശോധിക്കാം. അപ്പം അത്തരത്തിൽ ഐഡിയ മാർക്കറ്റിംഗ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏറ്റെടുത്ത് ജനങ്ങളോട് സംവദിക്കാനുള്ള വേദിയായി നവമാധ്യമ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ എത്രത്തോളം കഴിയും എന്നുള്ളതാണ് നോക്കേണ്ടത്. ആ നോട്ടത്തിൽ പ്രായോഗികമായി നമ്മൾ ഇരുന്നും വളരെ അവധാനതയോടും കൂടിയ ഒരു ശില്പശാലയോ മറ്റോ നടത്തിയിട്ട് ഒരു ആശയരൂപീകരണം, ഒരു പ്രവർത്തന പരിപാടിയും ഉണ്ടാക്കണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം കേട്ടിരുന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തി ചുരുക്കും.